അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം അടിയനർപ്പിച്ച കൃപാന്റെ ബലത്തിൽ ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, മനസ്സ് വേദനിക്കുന്ന എല്ലാ വിഷയങ്ങളും, അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന എല്ലാ വ്യക്തികളും ഇപ്പോഴും ഈശോയുടെ നാമം നിർവീര്യമാകട്ടെ. കർത്താവെ, മനസ്സ് വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങൾ, ചെയ്തെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, മറ്റുള്ളവർ നമ്മളെ പഴി പറയാൻ സാധ്യതയുള്ള എല്ലാ വിഷയത്തിൻ്റെ മേലും കർത്താവിൻ്റെ കരുണ ചൊരിയുകയും നിങ്ങളെ കർത്താവ് ഇന്ന് നിലനിർത്തി തരികയും ചെയ്യട്ടെ. നിങ്ങൾ പോകുന്ന വഴികൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ചെയ്യുന്ന കാര്യങ്ങൾ, യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ, ഒപ്പിടുന്ന പേപ്പറുകൾ, കൈമാറുന്ന രേഖകൾ, കഴിക്കുന്ന മരുന്ന് എല്ലാം മാതാവിൻ്റെ മധ്യസ്ഥത്തിലെ യേശുനാമത്തിൽ അനുഗ്രഹിക്കപ്പെടുകയും
നീ ദൈവത്തെ അനുഭവിക്കാൻ ഇന്ന് നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാശ്രേഷ്ഠ നീക്കുവാണ്. പ്രിയമുള്ളവരെ, എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരെ കുറിച്ചും ധ്യാനിക്കുന്ന ഒരു കാലമാണ്. പെസഹ കാലം കഴിയുമ്പോൾ ഉയർപ്പ് കാലം. ഉയർപ്പ് കാലത്തിന് പ്രധാനപ്പെട്ട പ്രമേയമാണ് എമ്മാവുസിലെ ശിഷ്യന്മാർ. ഞാൻ ചിലപ്പോഴൊക്കെ ഈ എമ്മാവുസിലെ ശിഷ്യന്മാർക്ക് എന്താ സംഭവിച്ചതെന്ന് ഓർക്കും. എമ്മാവുസിലെ ശിഷ്യന്മാരെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് വ്യക്തമായിട്ട് പറയുന്ന ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 32-ാം വാക്യം. അവർ പരസ്പരം പറഞ്ഞു, വഴിയിൽ വെച്ച് അവൻ വിശുദ്ധ ലിഖിതം വിശദീകരിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ. ഞാൻ എപ്പോഴും ചിന്തിക്കണത്, ഹൃദയം എന്നുള്ള വാക്ക് സുവിശേഷം ഉപയോഗിക്കുമ്പോൾ അതെപ്പോഴും വ്യാഖ്യാനിക്കപ്പെടേണ്ടത് സുവിശേഷത്തിൻ്റെ ഒരു ബയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചാണ്. ഇതിങ്ങനെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, ഹൃദയം ജ്വലിക്കുന്ന ഒരു പ്രക്രിയ ആണ് വചന കൈമാറ്റത്തിൽ ഒരു വിശ്വാസിക്ക് സംഭവിക്കേണ്ടത്. അതിനാണ് ഇവാഞ്ചലൈസേഷൻ എന്നൊക്കെ പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ വചനപ്രഘോഷണത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണ്? ഹൃദയമാണ് അതിൻ്റെ ഫാക്കൽറ്റി എന്ന് പറയുന്നത്. അത് ജ്വലിപ്പിക്കണം. ഹൃദയം ഒരു ബയോളജിക്കൽ ഉപകരണമാണ്, അല്ലേ? ഒരു മോട്ടറല്ലേ, പമ്പിങ് മോട്ടറാണ്, ബ്ലഡ് പമ്പ് ചെയ്യണം. ബയോളജിക്കലായിട്ട് പറഞ്ഞാൽ ശരിക്കും ബ്ലഡ് പമ്പ് ചെയ്യുന്നൊരു മോട്ടറാണ്. പക്ഷെ സ്പിരിച്വൽ എന്ന് പറയുമ്പോൾ ആത്മീയമായ ഹൃദയത്തിന് യേശു കർത്താവാണെന്ന് സന്ദേശം സ്വീകരിച്ചുകൊണ്ട് ഹൃദയത്തെ ജ്വലിപ്പിക്കണമെങ്കിൽ രക്ഷയുടെ സുവിശേഷമാണ് സ്വീകരിക്കുമ്പോഴാണ് ഹൃദയം ജ്വലിക്കുന്നത്. അത് ഈശോ പറയണ്ട്. എന്താ പറയണത്? മിശിഹ ഇതെല്ലാം സഹിച്ച്, എന്നെ ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് കരയേറേണ്ടത് ആവശ്യമായിരുന്നില്ലേ? ലൂക്ക 24:26. ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ? അപ്പൊ ഹോൾ രക്ഷാകര ചരിത്രത്തിന്റെ സാരസംഗ്രഹമായ ഈ വചനമാണ് ഹൃദയം അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് ഇത് ഉദ്ദീപിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് സെൻറ്റ് പോളും ആദിമ സഭയെല്ലാം ഹൃദയത്തിലേക്കാണ് വചനം കൊടുക്കുന്നത്. രക്ഷാ സുവിശേഷത്തിന് ബുദ്ധിപരമായ ഒരു തലമില്ല. നമ്മൾ ഏതോ കാലത്ത് രക്ഷാസുവിശേഷം ബുദ്ധിപരമായൊരു ഫാക്കൽറ്റിയുടെ വിഷയമാക്കി മാറ്റിയത് നിസ്സാര രീതിയിലല്ല മിഷനെ ബാധിച്ചിരിക്കുന്നത്. രക്ഷാകരമായ പദ്ധതി ഇൻ്റലക്ച്വൽ വിഷയമല്ല ശരിക്കും. അതൊരു ഹൃദയംഗമമായ വിഷയമാണ്. അതുകൊണ്ടാണ് ആദിമസഭയുടെ ടോട്ടൽ കൺസെപ്റ്റ് അതാണ് 10:9 കണ്ട രക്ഷ എങ്ങനെ പ്രാപിക്കണമെന്ന് പറയുന്നുണ്ട്. ഇറ്റ് ഈസ് നോട്ട് അക്കാഡമിക് ബിസിനസ്. അതൊരു ഇൻ്റലക്ച്വൽ പ്രോസസ്സുമല്ല. രക്ഷ പ്രാപിക്കണേ എങ്ങനെയാണ്? റോമ 10:9. ആകയാൽ യേശു കർത്താവാണ് എന്ന്, അതാണ് യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ, ഹൃദയം ജ്വലിക്കുന്നത് ഒറ്റ വിഷയത്തിലാണ്. യേശു ദൈവം അവനെ മരിച്ചവൻ ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം. ഈ ഒരു വിശ്വാസം ആ ഹൃദയത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് അവൻ നമ്മോട് സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ഹൃദയം ജ്വലിക്കുകയായിരുന്നില്ലേ എന്ന് എമ്മാവുസ് ശിഷ്യന്മാർ പറയണില്ലേ? അപ്പം അവൻ എന്താ സംസാരിച്ചത്? അവൻ സംസാരിച്ചത് റോമ 10:9 അനുസരിച്ചുകൊണ്ട് യേശു കർത്താവാണെന്നാണ് സംസാരിച്ചത്. അവർ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരികയിരുന്ന ആ രക്ഷയുടെ അനുഭവം കിട്ടിയ ആൾക്കാരെ എന്താണ്
അവർ കണ്ണ് തുറന്നെന്നാ പറയണത്. ലൂക്ക 24:30-31. ലൂക്ക 24:30-31. അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നപ്പോൾ അവൻ അപ്പം എടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു. അപ്പോൾ അവരുടെ കണ്ണ് തുറക്കപ്പെട്ടു. അവർ അവനെ മുറിച്ചപ്പോഴേ കണ്ണ് തുറന്നു. എന്തപ്പമാണ് മുറിച്ചിരിക്കുന്നത്? ഈ വചനങ്ങളെല്ലാം കേട്ട് ഹൃദയം ജ്വലിപ്പിച്ച് രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നപ്പോൾ എൻ്റെ ശരീരം ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കുമെന്ന് പറഞ്ഞ ജീവൻ്റെ അപ്പമാണ് അവൻ മുറിച്ചിരിക്കുന്നത്. അതോടുകൂടി ആ മുറിക്കപ്പെട്ട നിമിഷങ്ങളിൽ അവരുടെ കണ്ണ് തുറന്നു. അവരെന്താ കണ്ടിരിക്കണത്? അകലെ കല്ലറ കണ്ടു. കല്ലറയുടെ കൂടെ കാൽവരി കണ്ടു. കാൽവരിയുടെ കൂടെ കൂട്ടായ്മ കണ്ടു. അവരെടുത്തൊരു ഓട്ടമാണ് ഓടണം. എന്തിനാണ്? ആ കൂട്ടായ്മയിലേക്കും ആ കൂട്ടായ്മയിലൂടെ ഭാഗമാകുമ്പോൾ ലഭിക്കാൻ പോകുന്ന കാൽവരിയെക്കുറിച്ചും ആ കാൽവരിയുടെ നിത്യസമാനമായ കല്ലറയെക്കുറിച്ചും നിത്യതയെക്കുറിച്ചും ആണ് അവർ തിരിച്ചു പോകുന്നത്. ഓരോ അപ്പമൃഗ ശുശ്രൂഷയും ഓരോ പെസഹ വാരവും കല്ലറ കാൽവരിയും കൂട്ടായ്മയും തിരിച്ചറിഞ്ഞുകൊണ്ട് ഐക്യപ്പെടാനുള്ള ദൈവത്തിൻ്റെ വിളിയാണ്. അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ബലിവേദിയിൽ വന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ അനുഗ്രഹം തന്ന ദൈവമാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി. എൻ്റെ പേര് പ്രജീത ജോയി. ഞാൻ UK നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഓൺലൈൻ സാക്ഷ്യം ഉടമ്പടി എടുത്തത് 2025 ഫെബ്രുവരി 13 അതെടുക്കാനുള്ള കാരണം എൻ്റെ അമ്മ എന്നോടൊരു ഈ കൃപാസനത്തെ പറ്റി എൻ്റെ മമ്മി വഴിയാണ് ഞാൻ അറിഞ്ഞത്. പക്ഷേ മമ്മി അപ്പോൾ പറയുമ്പോഴും ഞാൻ കൂടെ പ്രാർത്ഥിക്കാനും കേൾക്കാനും ഒക്കെ നിന്നിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ആ പ്രാർത്ഥനയുടെ ആഴത്തെക്കുറിച്ച് എനിക്ക് അറിയത്തില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ കല്യാണം കഴിഞ്ഞ് ഹസ്ബൻഡിൻ്റെ കൂടെ UK പോയി. കുഞ്ഞിന് 1 വയസ്സായപ്പോൾ ഇവിടെ നിർത്തിയിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എനിക്ക് വളരെ മനപ്രയാസം ഉണ്ടായി. കാരണം ഇവളെ 1 വയസ്സായപ്പോൾ ഇട്ടിട്ട് പോയതിൻ്റെയും പിന്നെ ഒരുപാട് അവിടെ ചെന്നിട്ട് ജോബൊന്നും സെറ്റ് ആവാത്തതിൻ്റെ ഒരുപാട് ഇഷ്യൂസും അങ്ങനെ ആയപ്പോൾ എനിക്കെന്തോ എൻ്റെ മനസ്സിൽ തോന്നി മമ്മി പറഞ്ഞ കൃപാസനത്തെ പറ്റി. അങ്ങനെ ഞാൻ യൂട്യൂബിൽ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഫെബ്രുവരി 13 ഞാൻ ഉടമ്പടി എടുത്തു ഓൺലൈനിൽ. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് എന്തൊക്കെയോ ഒരു ആത്മശക്തി വന്നു തുടങ്ങി. സങ്കടങ്ങളൊക്കെ മാറി എന്തൊക്കെയോ ശരിയാവുന്ന പോലെയൊക്കെ തുടങ്ങി. അത് കഴിഞ്ഞ് പിന്നീടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് ഡ്രൈവിംഗ് ലൈസൻസിന് അവിടെ ഭയങ്കര പാടാണ് UK കിട്ടാൻ. ഇവിടെ ഇന്ത്യയിൽ ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും അവിടുത്തെ ടെസ്റ്റ് ഭയങ്കര ഇതായിരുന്നു. അങ്ങനെ 3-4 തവണ നോക്കിയിട്ടും ഡ്രൈവിംഗ് ലൈസൻസ് പാസ്സായില്ല. അങ്ങനെ ഞാൻ മമ്മി എനിക്ക് പോയപ്പം ഉടമ്പടി ഉപ്പും ഒരു കാശ് രൂപം തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ ഉപ്പ് ഹസ്ബൻഡ് 4ാമത്തെ തവണ ഡ്രൈവിംഗ് ലൈസൻസിന് പോയപ്പോൾ ഞാനത് ഞാൻ തിരികെത്തിച്ച് പ്രാർത്ഥിച്ചു. പുള്ളിക്ക് ഉപ്പ് കൊടുത്തു വിട്ടു കാറിൽ. അങ്ങനെ ഞാൻ അന്ന് ട്രസ്റ്റിന് പോയി തിരിച്ച് വന്നത് പാസ്സായിട്ടാണ് വന്നത്. അത് വളരെ ഒരു അനുഗ്രഹമായിട്ടാണ് തോന്നിയത്. കാരണം 3-4 തവണ ടെസ്റ്റിന് പോയിട്ടും 1-2 മൈന്യൂട്ട് മിസ്റ്റേക്കിന് അത് ഇവർ ഫെയിലാക്കിയത്. പക്ഷേ ഈ ഉപ്പ് ഉപയോഗിച്ചത് വഴി ആ 4ാമത്തെ തവണ ചൈന ഡ്രൈവിംഗ് ലൈസൻസ് പാസ്സായി. അതുപോലെ തന്നെ പോയി 1 കൊല്ലം കഴിഞ്ഞ് നവംബർ ആയപ്പോൾ ഞങ്ങൾ തിരിച്ച് വന്ന് കുഞ്ഞിനെ കൂട്ടാമെന്ന് വിചാരിച്ചാൽ പോയത്. പക്ഷേ നവംബർ ആയപ്പോഴത്തേക്കും ഇച്ചാൻ്റെ വിസയ്ക്ക് അവർ റിന്യൂവ് ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ എനിക്കത് എന്നെ സംബന്ധിച്ച് ഭയങ്കര എനിക്ക് സങ്കടമായി. കാരണം കുഞ്ഞിനെ കാണാതെ അങ്ങനെ മാറി നിന്നതും പിന്നെ വരാൻ പറ്റാതെയും കൂടി ആയപ്പോൾ ഒരുപാട് ഭയങ്കര സങ്കടമായി. അങ്ങനെ ഞങ്ങൾ 2 പേരും ഉടമ്പടി ഇച്ചായനും എൻ്റെ കൂടെ ഓൺലൈനിൽ ഉടമ്പടി എടുത്ത് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ അത് എന്തോ ഞങ്ങൾക്ക് വിസയുടെ പ്രശ്നം മാറി ഞങ്ങൾക്ക് വിസ എല്ലാം കറക്റ്റായി കിട്ടിയ ഡേറ്റ്. പക്ഷെ ഞങ്ങൾക്ക് വരാൻ പറ്റിയില്ല ആ സമയത്ത് നവംബറിൽ തന്നെ. പിന്നെ ആകെ കുറച്ച് സമയമുള്ളൂ. അപ്പം ഞാൻ കരുതി ദൈവം ചിലപ്പോൾ നല്ലതിനായിരിക്കും അത് ഞങ്ങൾക്ക് അന്ന് വരാൻ പറ്റാതിരുന്നെന്ന് വിചാരിച്ചു. കാരണം ഞാൻ എൻ്റെ CBTയും OSCEയും ക്ലിയർ ചെയ്തിട്ടില്ലായിരുന്നു, പരീക്ഷ എഴുതിയിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ കരുതി എന്നാൽ പിന്നെ കുഞ്ഞ് വരുന്നതിന് മുമ്പ് പരീക്ഷ എഴുതാം, അല്ലെങ്കിൽ അവളെ വെച്ച് എനിക്ക് പഠിക്കലും കുഞ്ഞിനെ നോക്കലും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, ഇനി ഞാൻ പോകുന്നുണ്ടെങ്കിൽ എനിക്ക് കുഞ്ഞിനെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് എനിക്ക് പരീക്ഷ എഴുതി എന്നെ ചെയ്യിപ്പിച്ചേ പറ്റൂ. ഞാൻ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ എല്ലാ ചൊവ്വാഴ്ചയിലെയും ധ്യാനം ഞാൻ മുടങ്ങാതെ അന്ന് തന്നെ കേൾക്കാനും തുടങ്ങി. സാക്ഷ്യങ്ങളെല്ലാം കേട്ടു തുടങ്ങി. അങ്ങനെ എനിക്ക് ഓരോ സാക്ഷ്യത്തിലൂടെ എനിക്ക് ഒരുപാട് അനുഭവങ്ങളായി. അങ്ങനെ ഞാൻ CBT എക്സാമിന് ഞാൻ പ്രിപ്പയറായി പോയി. എന്നാലും ഞാൻ അത്ര കോൺഫിഡൻസ് അല്ല. എന്നാലും ഞാൻ സാക്ഷ്യത്തെ കേട്ട പോലെ ഞാൻ മാതാവിനോട് പറഞ്ഞു, എനിക്കൊരു നീ എന്നെ പാസ്സാക്കുമെന്നാണെങ്കിൽ എനിക്കൊരു
തെളിവ് അതിന് കാണിച്ചു തരണമെന്ന് പറഞ്ഞു. അവിടെ ഞാൻ പോകുന്ന എക്സാം സെൻറ്ററിൽ എനിക്കൊരു ലേഡി ആയിരിക്കണം, അതുപോലെ തന്നെ മാതാവിൻ്റെ കളറിലെ ഡ്രസ്സ് ഇട്ട് ആരെങ്കിലും ആയിരിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷെ ഞാൻ ഡിസംബറിലായതുകൊണ്ട് ഞങ്ങളുടെ അവിടെ ചെന്നപ്പം ഫസ്റ്റ് ചെന്ന റിസപ്ഷനിലെ ആ പുള്ളിക്കാരി ഒരു റെഡ് ഡ്രസ്സായിട്ട്, കാരണം ക്രിസ്മസ് ആയതുകൊണ്ട് അവിടെ എല്ലാവരും റെഡായിടുന്നു. അപ്പം ഞാൻ കരുതി സാരമില്ല, റെഡാണെങ്കിലും ഒരു ലേഡിയാണല്ലോ, അപ്പം എനിക്ക് ഒരു പകുതി ആശ്വാസമായി. എന്നാൽ ഞാൻ ഉള്ളിലേക്ക് കയറി ചെന്നപ്പം ഞങ്ങളുടെ ചെക്കിങ് ചെയ്യുന്ന ഒരു ലേഡി ഉണ്ടായിരുന്നു. ആ പുള്ളിക്കാരി നല്ല സന്തോഷത്തോടെ നമ്മളോട് സംസാരിക്കുകയും, ആ പുള്ളിക്കാരി വേറെ ചെയ്ത ഡ്രസ്സ് എന്ന് പറയുന്നത് ഗ്രേ കളറിലുള്ള കോട്ടായിരുന്നു. അപ്പോഴേ എനിക്ക് എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്നിട്ട് ഞാൻ മമ്മി തന്ന ഉപ്പും ഉപയോഗിച്ചാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. ആ ഉപ്പ് ഞാൻ പരീക്ഷ ഹോളിൻ്റെ ആ സൈഡിൽ ആരും ചവിട്ടാതെ ഇട്ട് ഞാൻ അവനോട് പ്രാർത്ഥിച്ച് പരീക്ഷയ്ക്ക് പോയി. അന്ന് ആ പരീക്ഷ എഴുതി പുറത്തിറങ്ങിയപ്പോൾ തന്നെ നമുക്ക് റിസൾട്ട് വരും. അപ്പോൾ അത് ഞാൻ പാസ്സായി. അതെനിക്ക് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല. അതുപോലെ തന്നെ പിന്നെ ഞാൻ കരുതി 1 മാസമേ ഉള്ളൂ എനിക്ക്. അപ്പോൾ 1 മാസത്തിൻ്റെ ഉള്ളിൽ ഞാൻ പരമാവധി ഓസ്കി ആണെങ്കിലും ഒരുപാട് പഠിക്കാനുണ്ട്, എന്നാലും എന്നെയും കൊണ്ട് പറ്റുന്ന രീതി ഞാൻ നോക്കി. പക്ഷേ അത് പാസ്സാവുമെന്ന് എനിക്ക് ഒരു വിശ്വാസമില്ലായിരുന്നു. എന്നാലും ഞാനത് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പഠിച്ച് ഞാൻ കരുതി എന്തായാലും എഴുതി നോക്കാമെന്ന് കരുതി മമ്മി തന്ന ഉപ്പ് കൊണ്ട് തന്നെ ഞാൻ പോയി പ്രാർത്ഥിച്ചു, പരീക്ഷ എഴുതി. ഓസ്കി എന്തായാലും എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റി. അങ്ങനെ ഇപ്പം എനിക്ക് കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങൾ പിന്നെ ഈ മാർച്ച് 11-നാണ് വന്നത്. 25-ന് ഞങ്ങൾക്ക് കുഞ്ഞിനെയും കൊണ്ട് തിരിച്ചു പോകാൻ പറ്റി. അതുപോലെ പറയാൻ മനസ്സിൽ ഇന്നത് ആഗ്രഹിക്കുമ്പോഴത്തേക്കും പ്രാർത്ഥിക്കുക പോലും വേണ്ട, ഇവൻ ആഗ്രഹിക്കുമ്പോഴത്തേക്കും മാതാവ് എനിക്ക് പല കാര്യങ്ങളും അത്ഭുതങ്ങളും എൻ്റെ ലൈഫിൽ എനിക്ക് തന്നിട്ടുണ്ട്. ഒരുപാട് അനുഗ്രഹങ്ങളും ചെറുതും വലുതുമായി ഒരുപാട് അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ എൻ്റെ മാതാവ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞിന് സുഖമില്ലാതെ കടന്നപ്പോഴാണെങ്കിലും ഞാൻ സാക്ഷ്യത്തിൽ പറഞ്ഞത് കേട്ടതനുസരിച്ച് ഞാൻ കുഞ്ഞിനെ സമർപ്പിച്ച് എൻ്റെ നെറ്റിയിൽ ഉപ്പ് അല്ലെങ്കിൽ ഞാൻ ഉപ്പ് വായിൽ വെച്ച് ഞാൻ കഴിച്ചൊക്കെ നിന്നിട്ടുണ്ട്. പക്ഷേ അത് അവളിലും എത്തി, അവൾക്ക് അസുഖം എനിക്ക് മാറിക്കിട്ടി. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിന് നന്ദി പറയുന്നു. അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ ഓൺലൈനിൽ എടുത്തത് കൊണ്ട് എൻ്റെ കയ്യിൽ പത്രങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. എങ്കിലും ഞാൻ ഉടമ്പടി സാക്ഷ്യങ്ങളും പിന്നെ ഉടമ്പടി ധ്യാനവും എല്ലാം ഞാൻ ഷെയർ ചെയ്യലും, പിന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരോടെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ആലപ്പുഴയിൽ ഒരു കൃപാസനമുണ്ട്, അവിടെ ഇന്ന സാക്ഷ്യങ്ങൾ എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാനിപ്പോൾ ചെന്നപ്പോൾ കെയർ ഹോമിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ അവരോട് ഇപ്പം നമുക്ക് ഞാൻ അവിടെ ഉള്ളവരെ കാണുന്നത് നമ്മുടെ അപ്പനും അമ്മയെയും പോലെ തന്നെ അവരെ കുളിപ്പിക്കുവാനും എല്ലാം ചെയ്തു കൊടുക്കുവാനും ഭക്ഷണം കൊടുക്കുവാനും എല്ലാം എനിക്ക് നന്നായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞങ്ങൾക്ക് അവിടെ നമുക്ക് ഇവിടെ ചെയ്യുന്നത് പോലെ ഒരുപാട് നമുക്ക് അവരെ ഇറങ്ങി ചെയ്യാനോ അല്ലെങ്കിൽ ഭക്ഷണം മേടിച്ചു കൊടുക്കാനൊന്നും പറ്റുന്നില്ല. അപ്പം അവിടെ ഞങ്ങൾക്കറിയാം, ഞങ്ങളവിടെ പോകുന്ന ഷോപ്പിൻ്റെ അവിടെ ഒരു ചേട്ടനും ചേച്ചി ഇടയ്ക്ക് ഇരിക്കാറുണ്ട്. അപ്പം ഞങ്ങൾ അവിടെ അവർക്ക് ഇങ്ങനെ ഫുഡൊക്കെ മേടിച്ചു കൊടുക്കും. അതുപോലെ തന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ മമ്മിക്ക് നാട്ടിലേക്കാണ് പൈസ ഇട്ട് കൊടുക്കുന്നത്. അപ്പം മമ്മി അത് അവിടെ ഇപ്പം വീടിൻ്റെ അടുത്തുള്ള 2-3 പേര് കടപ്പ രോഗികളുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഡയപ്പർ മേടിക്കാനും ഇതിനും പിന്നെ ഡയാലിസിസ് ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു വീടിൻ്റെ അടുത്ത്, അവർക്ക് പൈസയായിട്ടും അവർക്ക് എന്താണോ ആവശ്യം അത് നോക്കി മമ്മി അത് ചെയ്യുകയാണ് ചെയ്തത്. പറയാൻ ഒരുപാടുണ്ടെങ്കിലും ഇപ്പം സമയചുരുക്കത്തിൻ്റെ ഇതുകൊണ്ട് ഞാൻ നിർത്തുന്നു. എൻ്റെ ജീവിതത്തിൽ തന്ന ഒരുപാട് അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും അമ്മ മാതാവിന് ഞാൻ നന്ദി പറയുന്നു. അതുകൊണ്ട് ഞാൻ ഇന്ന് വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഇനി എൻ്റെ ലൈഫിൽ എൻ്റെ കുഞ്ഞിനെയും ഞങ്ങളുടെ കുടുംബത്തെയും ഈ ഉടമ്പടിയിലൂടെ പരിശുദ്ധ അമ്മയുടെ കൃപാസനത്തിൻ്റെ സാക്ഷികളായി ഇനിയുള്ള ജീവിതം നടത്തണമേ എന്ന് അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കുന്നു. അമ്മേ നന്ദി, സ്തുതി. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായം 9-ാം തിരുവചനം. നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും, നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് അവിടുന്ന് മറുപടി തരും. മർദ്ദനവും കുറ്റാരോപണവും ദുർഭാഷണവും നിന്നിൽ നിന്ന് ദൂരെ അകറ്റുക. ദൈവമായ കർത്താവ് നമുക്ക് നൽകുന്ന വാഗ്ദാനങ്ങൾ കൃത്യമായി അവിടുന്ന് പാലിക്കുന്നു. ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് എന്ന് നമുക്ക് ഉടമ്പടിയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ബ്രിജിത തൻ്റെ ജീവിത പങ്കാളിയോടും കുഞ്ഞിനോടുമൊപ്പം വന്ന് ഇന്ന് ഉടമ്പടിയെടുത്ത്, ഓൺലൈൻ ഉടമ്പടിയിലായിരുന്നു, ഇന്ന് തീർത്ഥാടക ഉടമ്പടിയെടുത്ത് UK-യിൽ നിന്ന് വന്ന് സാക്ഷ്യം പറയുകയാണ്. തൻ്റെ ജീവിതത്തിലുണ്ടായ വലിയ പ്രതിസന്ധികളിൽ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അവരുടെ എല്ലാ ജീവിതഭാരങ്ങളും ലഘൂകരിച്ചതും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ അവരെ തൊട്ട് സുഖപ്പെടുത്തിയതിൻ്റെയും എല്ലാം വലിയ അനുഭവ സാക്ഷ്യങ്ങളാണ് അവർക്ക് പറയാനുള്ളത്.
ബ്രിജിത ഓസ്കി പരീക്ഷ എഴുതുമ്പോഴും അതുപോലെ തന്നെ CBT എക്സാം എഴുതുമ്പോഴുമെല്ലാം പരിശുദ്ധ അമ്മയുടെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പരിശുദ്ധ അമ്മയുടെ സാമീപ്യം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഈശോയുടെ ആ ഒരു വലിയ അനുഗ്രഹത്തിലൂടെ കടന്നുപോയി അവർക്ക് ഈശോയെ അനുഭവിക്കാൻ സാധിച്ചു എന്നാണ് ബ്രിജിത ഇവിടെ ഏറ്റുപറയുന്നത്. അതുപോലെ തന്നെ ഒരു കെയർ ടേക്കറായി ജോലി ചെയ്യുന്ന UK ജോലി ചെയ്യുന്ന ഈ മകൾക്ക് പഠനവും ജോലിയും അതുപോലെ തന്നെ പരീക്ഷാ സമയങ്ങളൊക്കെ അതിജീവിക്കാനുള്ള ഒരു വലിയ പ്രതിസന്ധി കടന്നു വന്നപ്പോൾ പരിശുദ്ധ അമ്മ തന്നെയാണ് ഈ മകളെ എപ്പോഴും ആശ്വസിപ്പിച്ചും സഹായിച്ചും കൊണ്ടിരുന്നതെന്ന് മകൾ ഏറ്റു പറയുന്നു. നമ്മുടെ ഏത് വിഷമസന്ധിയിലും പരിശുദ്ധ അമ്മ നമ്മോട് കൂടെയുണ്ടെങ്കിൽ നാം ഉടമ്പടിയിലാണെന്നുള്ള ആ ഒരു വലിയ ധൈര്യം, ആ ബോധ്യം നമുക്ക് എപ്പോഴും ആശ്വാസം നൽകുന്നു. സഹോദരി പറഞ്ഞതുപോലെ തന്നെ ഞാൻ ആഗ്രഹിക്കുന്നതും ഉള്ളൂ, എൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ പരിശുദ്ധ അമ്മ ക്രമീകരിച്ച് ഈശോയിൽ നിന്ന് എല്ലാ അനുഗ്രഹങ്ങളും പ്രാപിച്ചു തരുന്നെന്ന്. ഈ ഇൻസെൻറ്റീവായി ലഭിക്കുന്ന അനുഗ്രഹങ്ങളിലൂടെയാണ് നമുക്ക് ഈശോയിലേക്ക് കൂടുതൽ അടുക്കുവാനും നമ്മുടെ കൂടുതൽ ഈശോയുമായി സംവാദിക്കുവാനും കമ്മ്യൂണിക്കേഷൻ നടത്തുവാനും സാധിക്കുന്നതെന്ന് ഓരോ മക്കളും ഇവിടെ ഒന്ന് ഉടമ്പടിയിൽ ഈ സാക്ഷ്യങ്ങൾ ഏറ്റുപറയാറുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞിന് യഥാസമയത്തുള്ള എല്ലാ സൗഖ്യങ്ങളും എപ്പോഴും അവർക്ക് നേർച്ച വസ്തുക്കളിലൂടെ മറ്റ് ആശുപത്രി കേസുകളൊന്നുമില്ലാതെ തന്നെ അവർക്ക് എപ്പോഴും പരിശുദ്ധ അമ്മയുടെ സാമീപ്യം അനുഭവിക്കുവാനും സുഗന്ധാഭിഷേകത്തിലൂടെയും അവരുടെ എല്ലാ ജീവിതാനുഭവങ്ങളിലും ബ്രിജിത പറയുകയായിരുന്നു, ഞാൻ ഇന്നിവിടെ കയറി വന്നപ്പോൾ തന്നെ എനിക്ക് സുഗന്ധാഭിഷേകമുണ്ടായി എന്ന് മകൾ വിട്ടുപോയതായിരിക്കാം. മകളവിടെ സാക്ഷി സ്ഥിരീകരണ സമയത്ത് ഏറ്റുപറയുകയുണ്ടായി. നമുക്ക് പരിശുദ്ധമ്മയുടെ സാമീപ്യത്തിന് നമുക്ക് എപ്പോഴും നന്ദി പറയാം. ഉടമ്പടി നമുക്ക് നൽകുന്ന ഉറപ്പ് അതാണ്. പരിശുദ്ധ അമ്മ അവിടുത്തെ നീലങ്കിയിൽ നമ്മെ എപ്പോഴും സംരക്ഷിച്ചുകൊണ്ടിരിക്കും. നമുക്ക് ഈശോയെ എപ്പോഴും കൈമാറിക്കൊണ്ടിരിക്കും. നമ്മുടെ ജീവിത പ്രതിസന്ധികളിലെല്ലാം ഈശോ നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കും. അഭിഷേകത്തിൽ നിന്ന് നമുക്ക് അധികാരത്തിലേക്ക് കടക്കുവാനുള്ള അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും. വരാപ്പുഴ കൂനമാവ് കൊങ്ങോർപ്പള്ളി ഭാഗത്തുനിന്ന് വരുന്നു, എറണാകുളത്തുനിന്ന്. എൻ്റെ വൈഫുണ്ട് കൂടെ, ഷിൻസി എന്നാണ് പേര്. 3 മക്കൾ ദൈവം കനിഞ്ഞ് അനുഗ്രഹിച്ച് തന്നിട്ടുണ്ട്. കൂടെ വൈഫിൻ്റെ അനിയനുമാണ് വന്നിരിക്കുന്നത്. ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായ സാക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് എൻ്റെ പേഴ്സണൽ ലൈഫിലാണ് എനിക്ക് സാക്ഷ്യമുള്ളത്. ഞാനൊരു സാധാരണ ഒരു ടിപ്പിക്കൽ ക്രിസ്ത്യാനി, പുസ്തകത്തിൽ മാത്രം വിശ്വാസമുള്ള ഒരാൾ. പ്രാർത്ഥിക്കും, പള്ളിയിൽ പോകും, ധ്യാനങ്ങൾ കൂടും, എല്ലാം ഉണ്ട്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ വിശ്വാസം എന്നുള്ളത് തീർത്തും പുറത്ത് കാണാൻ പറ്റാത്ത രീതിയിലായിരുന്നു. ഉള്ളിൻ്റെ വിശ്വാസം ഉണ്ടോ? ഉണ്ട്. പള്ളിയിൽ പോകുന്നുണ്ടോ? ഉണ്ട്. പ്രാർത്ഥിക്കുന്നുണ്ടോ? ഉണ്ട്. പക്ഷേ നമുക്ക് ആ ജീവിതത്തിൽ ആ വിശ്വാസം പ്രതിഫലിച്ച് കണ്ടിട്ടില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്, സാധാരണ രീതിയിൽ ജീവിച്ചു പോകുന്നതാണ്. വലിയ ആർഭാടങ്ങളോ വലിയ ദാരിദ്ര്യമൊന്നുമില്ല, നല്ല രീതിയിൽ മിഡിൽ ക്ലാസ് ആയിട്ട് ജീവിച്ചു പോകുന്ന ആളാണ്. അപ്പോൾ എന്തുകൊണ്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് അതൊരു ബോറടിയായി തോന്നി. ഇങ്ങനെ പോയാൽ പോരാ, ഒന്നില്ലെങ്കിൽ നമുക്ക് ജീവിതം മെച്ചപ്പെടുത്തണം. അങ്ങനെ ഒരു സ്ഥലത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു 4 വർഷം ആയിട്ട് ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം കുറച്ച് ഉള്ളിലോട്ടുള്ള ഏരിയ ആണ്. അപ്പോൾ അവിടെ നിന്നും പള്ളിയിൽ പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾ ആ വീട്ടിലേക്ക് താമസം മാറിയിട്ട് ഏകദേശം 1 വർഷം ആയുള്ളൂ. അപ്പോൾ തന്നെ മനസ്സിലായി പള്ളിയിൽ പോകാൻ പറ്റാതെ ഉള്ളൊരു ജീവിതം ശരിയാവണില്ല. അങ്ങനെ പള്ളിയിൽ പോകാൻ വേണ്ടി ഞങ്ങൾ ആ വീട് വിൽക്കാൻ തീരുമാനിക്കുന്നു. കേൾക്കുമ്പോൾ പലർക്കും അതൊരു തമാശയായിട്ട് തോന്നും. ഒരു വീട് വിൽക്കേണ്ടത് പള്ളിയിൽ പോണ കാര്യത്തിന് വേണ്ടി എന്തിനാണ് വീട് വിൽക്കണമെന്ന് തോന്നും. പക്ഷേ ആത്മീയമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാവും. ഞങ്ങൾക്ക് ആ സമയത്താണ് അർത്ഥം മനസ്സിലായത്. സത്യം പറഞ്ഞാൽ അമ്മ ഡെയിലി പള്ളിയിൽ പോയിക്കൊണ്ടിരുന്ന വെച്ചാണ്, ഞാൻ ഡെയിലി പോയില്ലെങ്കിലും. പക്ഷേ ദൈവത്തോട് ഒരു ഗ്യാപ്പ് വന്നപ്പോഴാണ്, നമുക്കൊരു വിശ്വാസം വരുന്നത്, ഒരു ഗ്യാപ്പ് വന്നപ്പോഴാണ് നമുക്കതിൻ്റെ വില മനസ്സിലായത്. അപ്പോൾ അങ്ങനെ പള്ളിയിൽ പോകണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് വീട് കൊടുക്കാൻ തീരുമാനിച്ചത്. ആ ഒരു ഉദ്ദേശം മുൻനിർത്തിയായിരുന്നു ഉടമ്പടി ഇവിടെ വന്ന് എടുത്തത്. ആദ്യം വൈഫാണ് എടുത്തത്, പിന്നെ ഞാനെടുത്തു. ഉടമ്പടി എടുത്തതിന് ശേഷം ആദ്യം ഉടമ്പടി എടുത്തു. എനിക്ക് വലിയ വിശ്വാസം അങ്ങോട്ട് തീരെയില്ല. പ്രത്യേകിച്ച് നമ്മളീ കാണുന്ന സോഷ്യൽ മീഡിയയിലായാലും എല്ലാത്തിലും ആയാലും നെഗറ്റിവിറ്റി നിറച്ച് നിൽക്കണേണ് കൃപാസനത്തിൻ്റെ. അപ്പോൾ നെഗറ്റിവിറ്റി തന്നെയായിരുന്നു ഉള്ളിൽ. വന്നു, ഉടമ്പടി എടുത്തു, പോയി. വൈഫ് ആദ്യം വന്ന് ഉടമ്പടി എടുത്തപ്പോഴത്തേക്കും ഞാനിവിടെ മൊബൈലിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് ഒരു വിശ്വാസം, മാതാവിന് വിശ്വാസം ഉണ്ടെങ്കിലും വെറുതെ ഇതൊക്കെ ഒരു എന്താ പറയുക, ഒരു പ്രഹസനം എന്നുള്ള രീതിയിലായിരുന്നു കണ്ടിരുന്നത്. അങ്ങനെ ഞാനിവിടെ ഇരുന്നു. വൈഫ് ഉടമ്പടി എടുത്ത് പോയി. ഒന്നും നടന്നില്ല. അല്ലെങ്കിൽ വൈഫിനായാലും വൈഫിൻ്റെ എക്സ്പീരിയൻസ് വൈഫ് പറയും.
ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നത് പിന്നീട് എനിക്ക് മനസ്സിലായി ഈ വീട് ഇവിടെ നിന്ന് വിറ്റ് പോയാൽ മാത്രമേ ഞങ്ങളുടെ ജീവിതം മെച്ചപ്പെടൂ എന്നുള്ളത്. ഞാൻ ഉടമ്പടി എടുക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഞാൻ ഒരു ദിവസം ഉറക്കത്തിൽ ഞാൻ സ്വപ്നം കണ്ടു. ഞങ്ങളുടെ ആ വഴിയിൽ നടന്ന് ഞാൻ പോകുമ്പോൾ ഒരു തട്ടൻ പോലെ ഇട്ട, മുസ്ലിംസാണ് പൊതുവെ തട്ടിടാറ്, ക്രിസ്ത്യാനികൾ പള്ളിയിൽ പോകുമ്പോൾ മാത്രം, ഇന്നത്തെ കാലത്ത് അതുമില്ല. പക്ഷെ എന്നാലും തട്ടമിട്ടിട്ട് ഒരു സ്ത്രീ പെട്ടെന്ന് വന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു, എത്ര വചനം പഠിച്ചു എന്ന് ചോദിച്ചു. പെട്ടെന്ന് ഞാൻ എഴുന്നേറ്റു. ഞാൻ പിന്നീട് വൈഫിൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു പറഞ്ഞു. വൈഫ് പറഞ്ഞത് മാതാവ് ആയിക്കോട്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞേ എൻ്റെ അടുത്ത് വന്ന് മാതാവ് ചോദിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ആ ഒരു ലാഘവത്തോടെ തള്ളിക്കളഞ്ഞു. പിന്നീട് ഞാൻ ആലോചിച്ചു, ആ ഭാഗത്ത് മുസ്ലിംസായിട്ട് ഒരാൾ പോലും ഇല്ല, ക്രിസ്ത്യാനികൾ വളരെ ചുരുക്കമാണ്, പിന്നെ ഹിന്ദുസാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരാൾ വരാൻ ഒരു ചാൻസും അവിടെ ഇല്ല. ഞാൻ വിശ്വസിച്ചു മാതാവ് തന്നെയാണ്. അങ്ങനെയാണ് ഞാൻ ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം ഉണ്ടായത്. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു, തിരിച്ചു ചെന്നു. വീണ്ടും വിശ്വാസത്തിൽ ആഴപ്പെട്ട് ജീവിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഈ വീട് വിൽക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ വന്ന് പോകുന്നു, ഒന്നും ഫൈനലിലേക്ക് എത്തുന്നില്ല. അപ്പോൾ നമ്മൾ തീരുമാനിച്ചു ഒരു കാര്യം ചെയ്യാം, വിദേശത്തേക്ക് നോക്കാം. അങ്ങനെ ഞാൻ എൻ്റെ ജോലി 4 വർഷമായിട്ടുണ്ടായിരുന്ന ജോലി ഞാൻ വേണ്ടാന്ന് വയ്ക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ജീവിതം മെച്ചപ്പെടുത്താനായിട്ട് ഞാൻ റിസൈൻ ചെയ്യുന്നു. വൈഫിന് ജോലി പുറത്തേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാനായിട്ട് തീരുമാനിക്കുന്നു. ഞാനപ്പോൾ പിള്ളേരെ നോക്കി വീട്ടിലിരുന്നോളാം എന്നുള്ള പ്ലാനായിരുന്നു. അവിടെയും ദൈവം വേറൊരു ട്വിസ്റ്റ് കൊടുത്തു. ഞാനിപ്പോൾ ജോലി രാജിവെച്ച് ഞാൻ വീട്ടിൽ തന്നെയാണ്. വൈഫ് പോകാനുള്ള കാര്യങ്ങൾ നോക്കുന്നു. വൈഫിൻ്റെ വിസ റിജക്ഷൻ ആവുന്നു. കാരണം ഇന്ത്യൻ നാഷണാലിറ്റിക്ക് കുറച്ച് നാൾ കൂടെ കഴിഞ്ഞിട്ടേ വിസ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു. ഞാൻ തിരിച്ച് കമ്പനി കയറാൻ നോക്കിയപ്പോഴത്തേക്കും വൺസ് റിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് കയറ്റില്ല എന്ന് പറയും. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ റിസ്ക് എടുത്ത് അവസാനം ഒന്നുമില്ലാത്ത അവസ്ഥയായി. ഈ കുടുംബം അന്ന് 3ാമത്തെ കുട്ടിയില്ല, എനിക്ക് 2 കുട്ടികളേ ഉള്ളൂ. പക്ഷേ ഞങ്ങൾ ഈ ഒരു കുടുംബം 5 കുടുംബം, ഞാൻ മാത്രമേ ഉള്ളൂ ജോലിക്ക് പോകുന്നത്. ഒപ്പം വീട് വാങ്ങിയതിൻ്റെ ലോണും ഉണ്ട്. അതിൻ്റെ മന്ത്ലി EMI തന്നെ നല്ലൊരു തുകയിൽ. അപ്പോൾ അതടക്കാനായിട്ടുള്ളൊരു വഴിയില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് നമുക്ക് ബെറ്ററായിട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി വിശ്വാസത്തിൽ ഉറച്ചു നിന്നാലേ പറ്റുള്ളൂ എന്ന് പറയും. അങ്ങനെ വീണ്ടും പ്രാർത്ഥനയിലും വിശ്വാസത്തിൽ കാരുണ്യ പ്രവർത്തികളായാലും ഭക്ഷണം ഉണ്ടാക്കി വീട്ടിൽ പുറത്തു കൊണ്ട് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറച്ച് വിശ്വാസപരമായിട്ട് കൂടുതലായിട്ട് ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ പെട്ടെന്നൊരു സാഹചര്യത്തിൽ അമ്മ ഈ 6 മാസ കാലയളവിൻ്റെ ഇടയിൽ ജോലി നഷ്ടപ്പെട്ടിരിക്കുമ്പോൾ സങ്കടപ്പെട്ടിരിക്കുന്ന എൻ്റെ അടുത്ത് എൻ്റെ അമ്മ തന്നെ പറയും, നിന്നെ തിരിച്ചാ കമ്പനി തന്നെ എടുക്കും, നീ പേടിക്കണ്ട. അപ്പോൾ ഞാൻ അമ്മനെ കളിയാക്കാറുണ്ട്. എനിക്ക് HR-ൻ്റെ കാര്യങ്ങൾ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ അറിയാം, അവരെടുക്കില്ല എന്നുള്ള പോളിസി ഉണ്ട്. എന്നിരുന്നാലും എനിക്ക് ചെറിയൊരു പ്രതീക്ഷയിൽ ഞാൻ വിളിച്ച് ചോദിച്ചു, സാറിനെ വിളിച്ച് സംസാരിച്ച് എനിക്ക് തിരിച്ച് കയറാനുള്ള എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടാവുമെന്ന് ചോദിച്ചു. അപ്പോഴും സാറ് പറഞ്ഞു, ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല, ഇനി അത് കയറാനായിട്ടൊരു ഓപ്ഷൻ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ പ്രതീക്ഷ എല്ലാം പോയി. വീണ്ടും അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, നിന്നെ കയറ്റും, നിന്നെ തിരിച്ച് കയറ്റും എന്ന് അമ്മ പ്രാർത്ഥിക്കണം. അമ്മയുടെയൊക്കെ പ്രാർത്ഥന ഫലമാണ് നമ്മളിവിടെ നിൽക്കാൻ കാര്യം. ഇതേപോലെ പെട്ടെന്ന് ഒരു ദിവസം നമ്മൾ ഈ പ്രാർത്ഥന വിശ്വാസത്തിൽ ആഴപ്പെട്ടുകൊണ്ടിരിക്കണതാണ് ആ സമയത്ത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം പെട്ടെന്ന് എച്ച് വിളിച്ചിട്ട് സംസാരിക്കുന്നു, നിനക്ക് തിരിച്ചു വരാൻ താല്പര്യമുണ്ടോ, ഉണ്ടെങ്കിൽ ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞാൽ എച്ച് ഒരു അസിസ്റ്റൻ്റ് എന്നെ വിളിക്കുന്നു, PA വിളിക്കുന്നു. അങ്ങനെ GM ആയിട്ട് സംസാരിക്കുന്നു, MD ആയിട്ട് സംസാരിക്കുന്നു. ആ കമ്പനിയിലേക്ക് തിരിച്ച് കയറാനുള്ളൊരു ഓപ്ഷൻ വരുന്നു. അപ്പോഴും എൻ്റെ പ്രതീക്ഷയിൽ, മാതാവേ എനിക്ക് ഞാൻ ഇറങ്ങിയ സമയത്തുള്ള ശമ്പളം മാത്രം മതി, അതിൽ കൂടുതൽ എനിക്കൊന്നും വേണ്ട. ഞാൻ ഇറങ്ങിയ സമയത്ത് എനിക്ക് എത്രയും ഉണ്ടായിരുന്നു അത് മാത്രം മതി, അതെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. അങ്ങനെ തിരിച്ച് കയറാൻ ചെന്നപ്പോഴത്തേക്കും പഴയ ശമ്പളം പ്ലസ് സാലറി ഹൈക്ക് പ്ലസ് ഇൻക്രിമെൻ്റായിട്ട് എന്നെ തിരിച്ച് ദൈവം കൊടുത്തു. അങ്ങനെ സന്തോഷത്തോടെ വീണ്ടും ആ ജോലിക്ക് കയറി. ജോലിക്ക് ആ ഒരു സിറ്റുവേഷനാണ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ വിശ്വാസത്തിലൊരു സ്പൈക്ക് ഉണ്ടായത്. വിശ്വാസം ഒന്ന് ഉണർന്നത് ആ സമയത്താണ്. അതിനുശേഷം ഡെയിലി പള്ളിയിൽ പോകാനും, ആരും പറയണ്ട, ഡെയിലി പള്ളിയിൽ പോകാനും പ്രാർത്ഥിക്കാനും നമ്മളുടെ ഉള്ളു തുറന്ന് നമുക്ക് ദൈവത്തെ സ്നേഹിക്കാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് വിസിബിളായിട്ട് തുടങ്ങി. എൻ്റെ ജീവിതത്തിൽ വിശ്വാസം എന്താണെന്ന് ഞാൻ പഠിച്ചത് ഈ ഒരു സംഭവം തുടങ്ങിയതാണ്. അതിനുശേഷം ഡെയിലി പള്ളിയിൽ പോകാൻ തുടങ്ങി. അപ്പോഴും ഞങ്ങൾ പുതിയ വീട് വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ നിന്ന് പോകാൻ പറ്റിയിട്ടില്ല. ഇവിടുത്തെ എഗ്രിമെൻറ്റ് തീർന്നിട്ടില്ല. പുതിയ വീട് വാങ്ങിച്ച് എങ്കിലും അവിടെ വാടക കൊടുത്തേക്കുക, കാരണം അങ്ങോട്ട് പോകണമെങ്കിൽ ഇവിടെ നിന്ന് പോകണം. ആ ഒരു വിഷമത്തിൽ, ആ ഒരു അവസരത്തിൽ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കണേന് എന്ത് ചെയ്യും, പ്രാർത്ഥന കാര്യങ്ങളിങ്ങനെ പോകുന്നുണ്ട്. അപ്പോഴാണ് വൈഫ് പറഞ്ഞ്, എടോ നമുക്ക് ഭക്ഷണം കൊടുക്കുന്ന കുറച്ചും കൂടി ഒന്ന് എലാബറേറ്റ് ചെയ്യാം, നമുക്ക് ബിരിയാണി ഉണ്ടാക്കി കൊടുക്കുക, അത് കുറച്ചും കൂടി നല്ലതല്ലേ, കുറച്ചുകൂടി നമ്മുടെ എഫേർട്ടില്ലേ, മാതാവ് അത് കാണൂലേ. അങ്ങനെ കൃപാസന ഉപ്പൊക്കെ ഇട്ട് ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി, ബിരിയാണി ഉണ്ടാക്കി,
നല്ല രീതിയിൽ കുറച്ച് എണ്ണം കൂട്ടി. ആദ്യം 10 പിന്നെ ഒരു 13 അങ്ങനെ എണ്ണം കൂട്ടി ഞങ്ങൾ ആഴ്ചയിൽ 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും അങ്ങനെ ചെയ്യാൻ തുടങ്ങി. ഈ 2 കൊല്ലം ഏകദേശമായി എഗ്രിമെൻ്റ് കഴിഞ്ഞിട്ട് ഒന്നും അനങ്ങാതെ കിടക്കുന്ന വീടിൻ്റെ കാര്യം. അത് ഒരൊറ്റ മാസം കൊണ്ടിട്ട് വീടിന് അവർ എഗ്രിമെൻ്റ് ചെയ്ത ആൾക്കാർ തിരിച്ചു വരുന്നു. അവർ ബാക്കി കാശ് തരാമെന്ന് പറയുന്നു. കുറച്ച് കാശ് കുറഞ്ഞാലും കുഴപ്പമില്ല, അവർ ചെയ്യാമെന്ന് പറയുന്നു. ഞങ്ങൾ വാങ്ങിച്ച വീടിൻ്റെ വാടകക്കാരുടെ കരാറ് കഴിയുന്നു. എല്ലാം എന്താ പറയുക, ടൈം ഷോർട്ടനിങ് എന്നുള്ളത് ശരിക്ക് മനസ്സിലായതാണ് എനിക്ക്. അച്ഛൻ പലപ്പോഴും, ബഹുമാനപ്പെട്ട അച്ഛൻ ജോസഫ് അച്ഛൻ പറയുമ്പോൾ ടൈം ഷോർട്ടനിങ് എന്ന് പറയുമ്പോൾ ഞാനത് തമാശയായിട്ട് എടുക്കാറ്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ആ ടൈം ഷോർട്ടനിങ് ക്ലിയറായിട്ട് കണ്ട ആ മൊമെൻറ്റിലാണ് എനിക്കെൻ്റെ വിശ്വാസം വർദ്ധിച്ചത്. അങ്ങനെ വീട് ശരിയാവുന്നു. ഇതിൻ്റെ എല്ലാം ഇടയിൽ ഏകദേശം ഒരു 3-4 കൊല്ലത്തോളം എനിക്കൊരു കാറ് വാങ്ങണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. വലിയ കാറുകളല്ല, സാധാരണ ഒരു കാറാണ്. അപ്പോൾ എനിക്ക് പുതിയത് തന്നെ വാങ്ങണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ പറഞ്ഞു. അപ്പോൾ ഈ ശമ്പളമില്ല, ജോലിയില്ല, ആ സമയത്ത് ഞാനിത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും വീട്ടിൽ. അതിൻ്റെ റിവ്യൂസ് കാണുക, കാറിൻ്റെ കാര്യം കാണുക. അപ്പോൾ ഇവരൊക്കെ എന്നെ ചീത്ത പറയും. വൈഫ് പറയും, എടോ തനിക്ക് വേണമെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഹാൻഡ് എടുത്താൽ പോരെ. അപ്പോൾ ഇല്ല, മാതാവ് എനിക്ക് തരും. അത് ഈ വിശ്വാസം വന്നതിന് ശേഷമാണ് എൻ്റെ ഒരു പ്രതീക്ഷ, എനിക്ക് മാതാവ് പുതിയത് തന്നെ വാങ്ങിത്തരുമെന്നാണ്. ഈ വീടിൻ്റെ ഒരു സെല്ലായതിന് ശേഷം പുതിയ വീട്ടിലേക്ക് അവിടുത്തെ മെയിൻ്റനൻസ് വർക്ക് ഉണ്ട്. അതിന് കുറച്ച് കാശേ ഉള്ളൂ, മുഴുവൻ തീർക്കാൻ കാശില്ല. പ്ലസ് കാറ് വാങ്ങണമെങ്കിൽ അതിന് കുറച്ച് കാശ് വേണം. ഈ ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കാനെങ്കിലും കുറച്ച് കാശ് വേണം. അങ്ങനെ തീരുമാനിച്ചെന്നാൽ വേണ്ട, സെക്കൻഡ് ഹാൻഡ് മേടിക്കാം എന്നുള്ള ഒരു പ്ലാനിലായിരുന്നു. അവിടെയും എങ്ങനെയെന്നറിയില്ല, പുതിയ കാറ്, ഞാൻ ആഗ്രഹിച്ച മോഡൽ തന്നെ, ടോപ്പ് എൻഡ് തന്നെ ദൈവം എനിക്ക് വാങ്ങിത്തന്നു. പരിശുദ്ധ അമ്മ തന്നെയാണ്. ഞാൻ ആദ്യം ആ കാറ് കാണാൻ പോയപ്പോഴത്തേക്കും ഷോറൂമിൽ ചുമ്മാ കയറിയപ്പോഴത്തേക്കും ഞാൻ കുറച്ച് ഉപ്പ് കൈ കരുതിയിട്ടുണ്ട്. നഖത്തിൻ്റെ ഇടയിൽ ഇതെല്ലാം വെച്ചിട്ടുണ്ട്. ഇത് എൻ്റെ വിശ്വാസമായിരുന്നില്ല ആ സമയത്ത്, വൈഫ് പറഞ്ഞിട്ടാണ് ചെയ്തത്. പക്ഷേ എനിക്കിപ്പോൾ മനസ്സിലാവുന്നു, അങ്ങനെ ഞാൻ ആ ഉപ്പിട്ട് ചെയ്തതിൻ്റെയാണ് എൻ്റെ വിശ്വാസം കുറച്ചുകൂടി വർദ്ധിക്കാനായിട്ടാണ്. വൈഫ് പറഞ്ഞിട്ടാണെങ്കിലും ഞാനങ്ങനെ ചെയ്തിട്ട് എനിക്ക് ആ കാറ് മാതാവ് മേടിച്ചു തന്നത്. അപ്പോൾ വളരെയധികം സന്തോഷത്തോടെയാണ് ആ കാറും ഈ ഭവനവും എല്ലാം ഒരേ സമയത്താണ് എനിക്ക് കിട്ടിയത്. അങ്ങനെ ഇത്രയും അനുഗ്രഹങ്ങൾ കിട്ടിയപ്പോൾ സത്യം പറഞ്ഞാൽ വിശ്വാസം വർദ്ധിക്കുകയാണ് എനിക്ക് ചെയ്തത്. അല്ലാതെ എനിക്ക് വലിയ നടക്കാത്ത സംഭവങ്ങളൊന്നും കൂടുതൽ പറയാനായിട്ടില്ല. പക്ഷേ എൻ്റെ വിശ്വാസം വർദ്ധിച്ചത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു രീതിയിൽ തന്നെയാണ്. എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും വിശ്വാസം വർദ്ധിക്കുന്നത്. അപ്പോൾ എല്ലാവരും അതിനുവേണ്ടി പരിശ്രമിക്കണം എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഞാനും പ്രാർത്ഥിക്കണത് തന്നെയാണ്. പിന്നെ കാരുണ്യ പ്രവർത്തികൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭക്ഷണം ഉണ്ടാക്കി ഞങ്ങൾ കൊടുക്കും, ഞാനും വൈഫായിട്ട് കൊടുക്കും. പിന്നെ എൻ്റെ ഒരു പ്രേക്ഷിത പ്രവർത്തനം സാധാരണ പത്രം എല്ലാവരും കൊടുക്കുന്ന രീതിയിൽ തന്നെ കൊടുക്കാറുണ്ട്. പക്ഷെ അതിൽ കൂടുതലായിട്ട് ഞാൻ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മളുടെ കൃപാസനത്തിൻ്റെ ധ്യാനം, പിന്നെ മറ്റ് വൈദികരുടെ അച്ഛന്മാരുടെ പ്രസംഗം, ഇതിലെല്ലാത്തിലും സാധാരണ എല്ലാവരും കാണാറുണ്ട് കമൻ്റ് എഴുതിയിരുന്ന പരിപാടി. ഓരോരുത്തരുടെ പ്രാർത്ഥനയുണ്ടാവും, മകൾക്ക് ക്യാൻസർ അല്ലെങ്കിൽ എന്തെങ്കിലും, ആ ഇഷ്ടമായ കമൻറ്റുകൾ നമുക്ക് കാണാം. അപ്പോൾ ഞാൻ എൻ്റെ ഏർലി സ്റ്റേജിൽ ഞാൻ ചെയ്യുന്ന ആൾക്കാർക്ക് പ്രാന്താണ്, എന്തിനാണ് ഇവിടെ ഇങ്ങനെ പറഞ്ഞ മാതാവ് കമൻറ്റ് ഒന്ന് കാണോ? ഇല്ല. അപ്പോൾ ഞാനിത് കളിയാക്കി തന്നെ ചെയ്തിട്ടുള്ളത്. പക്ഷേ ആ ഒരു വിശ്വാസത്തിൻ്റെ ആ ഒരു എൻഡിലേക്ക് എത്തിയ ആ ഒരു മൊമെൻറ്റിൽ എനിക്കൊരു ഉള്ളിൽ പ്രചോദനം തന്നാണ് ആ കമൻറ്റിൽ വരുന്ന ഓരോ കമൻറ്റിനും അവർക്ക് വേണ്ടി പ്രത്യേകിച്ച് ഞാൻ എൻ്റെ ഒരു ഡയറിയിൽ എഴുതി. ആ ഡയറിയിൽ ഞാനപ്പോൾ ഈ വിശ്വാസത്തിൻ്റെ എൻഡിലേക്ക് വന്നപ്പോൾ ഞാൻ ഡെയിലി ജോലി കഴിഞ്ഞ് 1/2 മണിക്കൂർ ആരാധനാലയത്തിൽ പോയി ഇരിക്കും, പ്രാർത്ഥിക്കും. അപ്പോൾ എനിക്ക് ഈ ഒരു പ്രചോദനം വന്നപ്പോൾ ഞാൻ ഓരോരുത്തരുടെയും പേരും അവരുടെ അസുഖങ്ങളും ഡയറിയിൽ എഴുതിയിട്ട് ഞാൻ നേരെ ആരാധനാലയത്തിൽ പോയിട്ട് അവിടെ ഒരു ചെറിയൊരു ആൾത്താരയുണ്ട്, അവിടെ തുറന്ന് വെച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ച് അവിടെ ഇരുന്ന് ബൈബിൾ എടുക്കുമ്പോൾ കിട്ടുന്ന വചനം ഞാൻ ആ കമൻറ്റിലുള്ളവർക്ക് റിപ്ലൈ കൊടുക്കും. സത്യം പറഞ്ഞാൽ എനിക്ക് അത് ഫലിക്കുന്നുണ്ടോ, അവർക്കത് ഉപകാരപ്പെടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇങ്ങനെ ചെയ്യുന്ന വഴി എനിക്ക് തന്നെ ഒരു സന്തോഷം ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഓട്ടോമാറ്റിക് നമുക്ക് വേണ്ടി ആരെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കുമെന്നേ. നമ്മൾ വിചാരിക്കുക ആരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനല്ല, നമ്മളെ കുടുംബത്തിലെ ആൾക്കാർ പ്രാർത്ഥിക്കുന്നുണ്ട് നമുക്ക് വേണ്ടി. പ്ലസ് നമ്മളും ഒന്ന് ചെവി തുറന്ന് കണ്ണ് തുറന്ന് മറ്റുള്ളവരെയും കൂടി കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം ആരെങ്കിലുമൊക്കെ ആയിട്ട് കൊണ്ടുവന്ന് തരും. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത്. എൻ്റെ വൈഫിന് കിട്ടിയ അനുഗ്രഹങ്ങളുടെ കാര്യങ്ങൾ വൈഫ് പറയും. ഈശോയെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന പരിശുദ്ധ അമ്മയ്ക്കും ആ അമ്മയെ എനിക്ക് തന്ന എൻ്റെ ഈശോയ്ക്കും കോടാനുകോടി നന്ദി. ഇങ്ങനെ പറയാനൊരു കാരണമുണ്ട്. കാരണം ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തപ്പോൾ ആദ്യത്തെ നിയോഗം എഴുതിയത് പരിശുദ്ധ അമ്മ ഈശോയെ സ്നേഹിക്കുന്ന പോലെ എനിക്കും ഈശോയെ സ്നേഹിക്കാൻ പറ്റണം. പക്ഷെ ഞാനത് പ്ലാൻ ചെയ്ത് വന്നതോ ഒന്നുമല്ല.
എൻ്റെ ഉള്ളിൽ അന്നേരം തോന്നി ഞാൻ എഴുതിയതാണ്. പക്ഷേ ഇന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളതും നടന്നതുമായിട്ടുള്ള ആ കാര്യം ഒന്നിനും വേണ്ടിയല്ല, എൻ്റെ കാര്യങ്ങൾ കാണാനോ അല്ലെങ്കിൽ എൻ്റെ ആവശ്യം ഈശോയോട് പറയാനോ അതൊന്നുമല്ല. ഇപ്പോൾ എനിക്ക് ഈശോയുടെ കൂടെ ഇരിക്കണം, എനിക്ക് വചനം വായിക്കണം, വചനം പഠിക്കണം, അങ്ങനത്തെ ഒരു ചിന്തയും ഇന്ന് ഈശോയുടെ കൂടെ ഇരുന്നില്ലല്ലോ, ഈശോയോട് വർത്താനം പറയാൻ പറ്റിയില്ലല്ലോ, അങ്ങനത്തെ ഒരു രീതിയായി മാറി. അപ്പോൾ ഒത്തിരി സന്തോഷമുള്ളത് അങ്ങനത്തെ കാര്യങ്ങൾ കൂടുതൽ മാറ്റം വന്നതിലാണ്. ആദ്യം ഹസ്ബൻഡ് പറഞ്ഞ പോലെ വീടിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. അന്ന് ഞങ്ങളിവിടെ വരുമ്പോൾ എന്താണ് ഉടമ്പടി, എങ്ങനെയാണോ ഒന്നും അറിയില്ല. പക്ഷേ അച്ഛൻ്റെ ക്ലാസ് കേൾക്കാൻ തുടങ്ങിയപ്പോഴാണ് കൂടുതൽ ഇതിനെക്കുറിച്ച് മനസ്സിലായതും എങ്ങനെയാണ് ചെയ്യേണ്ടത്. കുറേ പ്രാർത്ഥന ചൊല്ലിക്കൂട്ടലല്ല, നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരണം, നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വരണം എന്നൊക്കെ മനസ്സിലായത് പിന്നീടാണ്. അങ്ങനെ ആദ്യത്തെ ഉടമ്പടി ഞാനെടുത്തു. 90 ദിവസമായി ഒരു അനക്കവുമില്ല. കാരണം ഈ രണ്ടാമത്തെ മോള് ആ സമയത്ത് ഒരു 3 മാസമൊക്കെ ഉള്ളൂ. അപ്പോൾ പ്രത്യേകിച്ച് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് തന്നെ അറിയാം, കാരണം ഞാനൊന്നും ചെയ്യാത്ത കൊണ്ടിട്ടാണ് എൻ്റെ കാര്യങ്ങൾ നടക്കാത്തത്. അപ്പോൾ ഞാൻ ഒരു ദിവസം അമ്മയോടിരുന്ന് വർത്താനം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മേ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റണില്ല, അപ്പോൾ അതുകൊണ്ടിട്ട് എനിക്ക് പരാതിയില്ല. പക്ഷേ എന്താ ഞാൻ ചെയ്യേണ്ടത്? ഇത് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ വൃത്തിയായിട്ട് എനിക്കിത് ചെയ്യാൻ പറ്റണില്ല. അപ്പം ഈശോ ഇത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഉടമ്പടി തീരണം. അന്ന് വെളുപ്പിന് 3 മണിക്ക് ഞാൻ എഴുന്നേക്കുവാണെങ്കിൽ ഈശോ ഇത് ആഗ്രഹിക്കുന്നുണ്ട്, ഞാനിത് കണ്ടിന്യൂ ചെയ്യാമെന്ന് ഓർത്ത്. അത് ഞാൻ എഴുന്നേക്കണില്ലെങ്കിൽ ഈശോ ഇത് ആഗ്രഹിക്കണില്ല, എനിക്ക് കുറച്ച് വലുതായിട്ട് വൃത്തിയായിട്ട് ഞാൻ ചെയ്യുമ്പോൾ അങ്ങനെ വന്ന് പുതുക്കാമെന്ന് തീരുമാനിച്ച്. അങ്ങനെ ഞാനിത് അമ്മയോട് പറഞ്ഞു, ഞാൻ മറന്നുപോയി. ഉടമ്പടി തീരണം അന്ന് ഞങ്ങളുടെ വീട്ടിൽ ചേച്ചിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ലേറ്റായിട്ടാണ് കിടന്നത്. ഞാനിത് മറന്നും പോയി. വെളുപ്പിന് ഒരു 2:55 ആയപ്പോൾ ഞാൻ എഴുന്നേറ്റ്. കറണ്ട് പോയി, ഞാൻ മാത്രം എഴുന്നേറ്റ്. പിള്ളേരൊക്കെ ഉറങ്ങണ്, ആരും അറിഞ്ഞിട്ടില്ല. പെട്ടെന്ന് ഞാൻ ആ സംഭവം ഇന്നത്തെ ഡേറ്റൊക്കെ ഓർത്ത്. അപ്പോഴാണ് ഞാൻ ഓർക്കണോ, ഇന്ന് ഞാനിങ്ങനെ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ വെളുപ്പിന് 3 മണിക്ക് എന്നെ വിളിക്കണമെന്ന്. അതാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ഉണ്ടായ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു അനുഭവം. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അമ്മ ഇത്രയും ഞാൻ ചെറിയതായിട്ട് പറഞ്ഞൊരു കാര്യം ഇത്രയും ഓർത്തിരുന്ന് എനിക്കതിന് ഉത്തരം തന്നപ്പോൾ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ലൈഫിൽ എനിക്കത് വല്ലാത്തൊരു അനുഭവമായിരുന്നു. അന്ന് ഒത്തിരി സന്തോഷമായി, പ്രാർത്ഥിച്ച് കിടന്നുറങ്ങി. പിന്നെ ഞാൻ പിന്നീട് വന്ന് പുതുക്കി. കാരണം എനിക്ക് ഉറപ്പായി ഈശോ സമ്മതിക്കുന്നുണ്ടല്ലോ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ കൂടുതൽ നന്നായി ചെയ്യാമെന്ന്. അങ്ങനെ ഞാൻ വന്ന് വീണ്ടും ഉടമ്പടി പുതുക്കി പറ്റുന്ന പോലെയൊക്കെ കൂടുതൽ നന്നായി ചെയ്യാൻ തുടങ്ങി. ഉപവാസവും അങ്ങനെ പൊതിച്ചോറ് കൊടുക്കലൊക്കെ അങ്ങനെയാണ് കൂടുതൽ തുടങ്ങിയത്. കാരണം ഞങ്ങൾ പുതിയ സ്ഥലത്തോട്ട് മാറിയിട്ട് എന്താണ് എങ്ങനെയാണ് ഒരു ഐഡിയ ഇല്ല. ഹസ്ബൻഡിനെ ഒരു ഞായറാഴ്ച കിട്ടുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ തുടങ്ങിയപ്പോഴാണ് ആ വീടിൻ്റെ കാര്യങ്ങൾ കൂടുതലും ശരിയായി വരുന്നത്. പിന്നെ പുതിയൊരു വീട് വാങ്ങിക്കണതും ഇനിയൊരു അബദ്ധം പറ്റരുതല്ലോ. അപ്പോൾ അമ്മ തന്നെ കാണിച്ചു തരണം, ഈശോ ആഗ്രഹിക്കുന്ന വീടായിരിക്കണം, പള്ളിയുടെ അടുത്തായിരിക്കണം ആ വീട്. അതൊക്കെയായിരുന്നു ആകെ കൂടെ ഉണ്ടായ ആഗ്രഹം. അങ്ങനെ പ്രാർത്ഥിച്ചു, അമ്മയോട് പറഞ്ഞു കൃപാസനം പത്രം എങ്കിലും കണ്ടാൽ മതി, അതാണ് അമ്മ എനിക്ക് കാണിച്ചു തരുന്ന അടയാളം. അതായിരുന്നു എൻ്റെ ആഗ്രഹം. അങ്ങനെ ഞങ്ങൾ വീട് പോയി കാണാൻ പോകും. ഒരിടത്തും അങ്ങനത്തെ പേപ്പർ ഒന്നും കാണുന്നില്ല. അപ്പം ഞാൻ ഏത് വീട് പോയി കാണുമ്പോഴും നമ്മുടെ പത്രം ഉണ്ടോ, എന്താ എൻ്റെ അടയാളം ഉണ്ടോ എന്ന് നോക്കിയാൽ ഞാൻ നടക്കണം. അപ്പോൾ ഒരിടത്തൊന്നുമില്ല. ഒരു വീട്ടിൽ പോയി നോക്കിയപ്പോഴത്തേക്കും കൃപാസന അമ്മയുടെ ഫോട്ടോ ആ വീട്ടിൽ ഒട്ടിച്ച് വെച്ച്. അപ്പം ഞാൻ പറഞ്ഞു, ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇത് മതി, നമുക്ക് വീടിൻ്റെ കാര്യങ്ങളോ അതിൻ്റെ സൗകര്യങ്ങളൊന്നും നോക്കിയില്ല, അമ്മയുടെ ഫോട്ടോ കണ്ടു, അത് മതി. അങ്ങനെ വേഗം ആ വീട് അഡ്വാൻസ് കൊടുത്തു. അത് എനിക്കൊരു ഉറപ്പിന് വേണ്ടിയിട്ട്. ആ വില്ലയുടെ പേരും മഴവിൽ നഗർ എന്നാണ്. അപ്പോൾ എനിക്കതിൽ ഉറപ്പാണ്, കാരണം അമ്മ ഇത് കാണിച്ചു തന്നാണ്, ഉടമ്പടിയിലൂടെ അമ്മ എനിക്ക് തന്നതാണെന്ന് എൻ്റെ വിശ്വാസം വർദ്ധിക്കാൻ അതും ഒരു കാരണമായി. അങ്ങനെയാണ് ആ വീട് എടുത്തത്. അതിൻ്റെ അകത്തെ കൂടിയും കുറേ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്ത് വരുമ്പോഴും നമുക്ക് ഭയങ്കര ഒരു ധൈര്യമാണ്. കാരണം അമ്മ കാണിച്ചു തന്ന വീടാണ്, അമ്മ കൂടെ ഉണ്ട്. അപ്പോൾ ഈ 3ാമത്തെ കുഞ്ഞിനെ സുഖമില്ലാതിരിക്കുന്ന സമയത്ത് ഉടമ്പടി പുതുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ എൻ്റെ ഉള്ളിലൊരു ചിന്തയുണ്ട്, പുതുക്കിയില്ലെങ്കിൽ ഇങ്ങനെ അമ്മ കൂടെ ഉണ്ടാവില്ലേ, അമ്മ പുതുക്കിയാൽ മാത്രമേ ഉണ്ടാവൂ. അപ്പം എൻ്റെ ആ പൊട്ട ചിന്ത മാറ്റാൻ വേണ്ടിയിട്ടായിരിക്കും എൻ്റെ കാലിൽ തിളച്ച വെള്ളം വീണ്.
പക്ഷെ ഞാനപ്പോൾ കുഞ്ഞ് വന്ന് വീഴുമല്ല എന്ന് ഓർത്ത് തുണിയെടുത്ത് വന്ന് തുടക്കുകയായിരുന്നു. അപ്പോഴാണ് അയ്യോ എൻ്റെ കാലിൽ വീണിട്ട് എനിക്കൊന്നും പറ്റിയില്ലല്ലോ. അപ്പം അത് എനിക്കൊരു ഭയങ്കര ഒരു ധൈര്യം, ആ അമ്മയുണ്ട്, അതുകൊണ്ടിട്ടാണ് എൻ്റെ കാലിൽ പൊള്ളാഞ്ഞത്. അതുപോലെ തന്നെ വേറെ ഒരു സംഭവം ഉണ്ടായത്, ചെവിട്ടിൽ ഞാൻ തുടച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ചെവിട്ടിൽ എന്തോ കയറിയ പോലെ എനിക്ക് തോന്നി. പക്ഷേ ഒന്നും ഫീലൊന്നും ചെയ്യണില്ല. പിന്നീട് ഞാൻ വന്നിട്ട് ഹസ്ബൻഡിനോട് പറഞ്ഞു, എന്തോ എൻ്റെ ചെവിട്ടിലുണ്ടോ ഒന്ന് നോക്കുമോ. നോക്കിയപ്പോൾ കുഴപ്പമില്ല. പിന്നെ എൻ്റെ ഉള്ളിൽ നിന്ന് പറയാ, അമ്മയുടെ ഉപ്പ് പ്രാർത്ഥിച്ച് ചെവിട്ടിലിട്. അങ്ങനെ ചെവിട്ടിലിട്ട് അപ്പോഴും ഒന്നുമില്ല. പക്ഷേ എൻ്റെ ഉള്ളിൽ നിന്ന് പറയുന്ന എന്തെങ്കിലും ഉണ്ട്, തോണ്ടി നോക്ക്. അങ്ങനെ ഞാൻ തോണ്ടി നോക്കിയപ്പോൾ എൻ്റെ ചെവിട്ടിൽ നിന്ന് ഒരു 8 കാലിനെയാണ് കിട്ടിയത്. പക്ഷേ എനിക്ക് അതുകൊണ്ടിട്ടൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല, ഒന്നുമില്ല. അതോടുകൂടി പിന്നെ അമ്മ എൻ്റെ കൂടെ ഉണ്ടാവുമോ, ഉടമ്പടി പുതുക്കാത്തത് കൊണ്ടിട്ട് അമ്മ ഉണ്ടാവുമോ എന്നുള്ളൊരു ഡൗട്ട് മാറി. ഞാൻ ഇപ്പം നമ്മൾ വിവാഹം ഒരു ഉടമ്പടിയാണല്ലോ, അപ്പോൾ അതും നമ്മൾ ആ ഒരു ഉടമ്പടിയിൽ ജീവിക്കണ പോലെ ഇത് ഉടമ്പടി പുതുക്കാൻ പറ്റിയില്ലെങ്കിലും ഞാൻ ഉടമ്പടിയിലാണെന്ന് വിശ്വസിച്ച് തന്നെയാണ് ഇപ്പോഴും ജീവിക്കണത്. ഇന്ന് വന്ന് ഉടമ്പടി പുതുക്കാനും പറ്റി. ഈശോയ്ക്കും മാതാവിനും ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്നതിന് ഒത്തിരി നന്ദി പറയുന്നു. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 17-ാം അധ്യായം 7-8 തിരുവചനങ്ങൾ. കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ, അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്, അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു. അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല, അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ്. വരൾച്ചയുടെ കാലത്തും അതിനെ ഉത്കണ്ഠയില്ല, അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും. ആൻ്റണി ഡാർവിൻ ഷിൻസി എന്ന ഇവരുടെ കുടുംബത്തിൻ്റെ വലിയ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് അവരിപ്പോൾ ഏറ്റു പറഞ്ഞത്. ആൻ്റണി ഡാർവിൻ പറഞ്ഞതുപോലെ ഒരു സാധാരണ ക്രിസ്ത്യാനി ഒരു സാധാരണ ജീവിതത്തിൽ നിന്ന് അവർ അസാധാരണമായ ഒരു ക്രിസ്തീയ ജീവിതത്തിലേക്ക് എത്തിച്ചേർന്നതിൻ്റെ ഉടമ്പടി ജീവിതത്തിൻ്റെ ചുവടുവെപ്പുകളെക്കുറിച്ചായിരുന്നു അവർ ഏറ്റു പറഞ്ഞുകൊണ്ടിരുന്നത്. അവർക്ക് ഓരോ നിമിഷത്തിലും പരിശുദ്ധ അമ്മ അവരുടെ ജീവിതത്തിൽ ഇടപെടുന്നതിനെക്കുറിച്ച് അവർക്ക് എണ്ണി പറയുവാനുണ്ട്. ആൻ്റണി ഡാർവിനെ ഒരുപാട് നെഗറ്റിവിറ്റി കേട്ട് അല്ലെങ്കിൽ ഇതൊക്കെ സത്യമാണോ, കമൻറ്റ് ബോക്സിൽ ആളുകളെല്ലാം പ്രാർത്ഥന എഴുതിയിടുന്നത് മാതാവ് വന്ന് കാണുന്നുണ്ടോ, അതിനെല്ലാം ഉത്തരം നൽകിക്കൊണ്ട് തൻ്റെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് വളരാൻ മാത്രം പരിശുദ്ധ അമ്മ കൈപിടിച്ച് നടത്തിയ ഒരു വലിയ ജീവിത സാക്ഷ്യമാണിത്. അദ്ദേഹം തന്നെ എന്തിനെയൊക്കെയാണോ നെഗറ്റീവായി കണ്ടിരുന്നത് അതെല്ലാം ഇത് പോസിറ്റീവാണ്, ഇതെല്ലാം സാധ്യമാണ്. തൻ്റെ ഒരു ജീവിതാനുഭവത്തിലൂടെ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ 2 വർഷവും എഗ്രിമെൻ്റ് ചെയ്ത ഒരു വീടിൻ്റെ അവസ്ഥയിൽ നിന്ന് 1 മാസത്തിൻ്റെ സമയച്ചുരുക്കം കൊണ്ട് അവർക്ക് ആ വീട്ടിലേക്ക് മാറി താമസിക്കുവാനുള്ള വലിയ അനുഗ്രഹം നൽകിയപ്പോഴാണ് ഈശോ തൊടുന്നു, പരിശുദ്ധ അമ്മ ഇവർക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് അവരുടെ കുടുംബത്തിലൂടെ സഞ്ചരിക്കുന്നു, അനുഭവത്തിലേക്ക് കടന്നു വരുന്നു എന്നുള്ള വലിയ ജീവിത അവസ്ഥ അവർക്ക് മനസ്സിലായി കിട്ടിയത്. നമുക്കറിയാവുന്നതുപോലെ അദ്ദേഹം പറഞ്ഞതുപോലെ തിരിച്ചു കിട്ട ഒരു കമ്പനിയിലേക്ക് വീണ്ടും തിരിച്ചു വിളിച്ച ഒരു വലിയ സാക്ഷ്യമാണ് അദ്ദേഹത്തിൻ്റേത്. ഇനി ഒരിക്കലും ഒരു 6 മാസക്കാലത്തിനിടയിൽ ഇനി ആ പിരിച്ചുവിട്ട ആ കമ്പനിയിലേക്ക് ഒരിക്കലും തിരിച്ചു വിളിക്കുക എന്നുള്ളത് ഒരു സാധ്യതയാണ്. പക്ഷേ തിരിച്ചെടുക്കുക എന്നുള്ളത് ഒരു അസാധ്യതയാണ്. ആ അസാധ്യതയാണ് കൃപയിലൂടെ അദ്ദേഹത്തിന് ജീവിതത്തിൻ്റെ നിലവാരം ഉയർത്തിക്കൊണ്ട് ഐശ്വര്യത്തിലേക്ക് അഹറോൻ്റെ വടി തളർത്തതുപോലെ എൻ്റെ ജീവിതത്തിനൊരു പുതിയ അർത്ഥമുണ്ട്, മാനമുണ്ട് എന്ന് അദ്ദേഹത്തിന് ഉടമ്പടി ജീവിതത്തിലൂടെ അദ്ദേഹത്തിന് മനസ്സിലായത്. നമുക്കറിയാം, ഇന്ന് യുദ്ധക്കെടുതി കാലത്തിൽ കമ്പനികൾ അടച്ചുപൂട്ടുന്നു, ഹോട്ടലുകളെല്ലാം ജോലിക്കാരെ പിരിച്ചുവിടുന്നു. എല്ലാ സ്ഥലത്തും ജോലിക്കാരെ തിരിച്ചുവിടുമ്പോഴും മക്കൾ ഇവിടെ ഒന്ന് സാക്ഷ്യം പറയുന്നത്, എനിക്കുള്ളത് എനിക്കുണ്ട്, പരിശുദ്ധ അമ്മ എനിക്ക് നൽകിയിട്ടുണ്ട്, ഞാൻ ഉടമ്പടിയിലാണ്. ഇന്ന് സാക്ഷ്യം പറയുന്ന എല്ലാ മക്കളുടെയും ഉറപ്പതാണ്, ഞാൻ ഉടമ്പടിയിലായതുകൊണ്ട് എനിക്കൊന്നിനെക്കുറിച്ചും സമയച്ചുരുക്കമുണ്ടാകാം, സമയദൈർഘ്യമുണ്ടാകാം, പക്ഷേ ഉടമ്പടിയിലുള്ള മക്കൾക്ക് ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല, ഒരിക്കലും ചഞ്ചലപ്പെടേണ്ടതില്ല. എൻ്റെ കാര്യം നൽകുന്ന, എൻ്റെ കാര്യം നടക്കുന്ന, എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന കർത്താവ് എനിക്ക് വേണ്ടി പൊരുതിക്കൊള്ളും എന്നുള്ള ഒരു വലിയ ശാശ്വതമായ ഉടമ്പടി, ശാശ്വതമായ ഉറപ്പ് നമുക്കുണ്ട്. നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെയും, ആൻ്റണി ഡാർവിന് ഒരു കാറിൻ്റെ ഒരു ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ എത്ര മെച്ചപ്പെട്ട ഒരു സാധ്യതയാണ് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത്. ഒരു സഹോദരനോടെ സാക്ഷ്യം പറഞ്ഞപ്പോൾ പറഞ്ഞു, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ ഈശോ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ബിരിയാണി വളരെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ എൻ്റെ കാരുണ്യ പ്രവൃത്തികൾ ഞാൻ മറ്റുള്ളവർക്ക് ബിരിയാണി കുക്ക് ചെയ്ത് കൊടുക്കുമായിരുന്നു. ഇത് തന്നെയാണ് ഈ കുടുംബത്തിനും പറയാറുള്ളത്. ഒരു മെച്ചപ്പെട്ട കാരുണ്യ പ്രവൃത്തിയാണ് ചെയ്യുന്നത്, ഒരു മെച്ചപ്പെട്ട പ്രേക്ഷിത പ്രവർത്തനമാണ് അദ്ദേഹം ചെയ്യുന്നത്.
പറയുന്നത് അവരുടെ ജീവിത രീതികൾക്കുണ്ടായ എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് അടയാളം ലഭിച്ചുകൊണ്ടിരുന്നു. ഷിൻസി പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് വീട് ഇത് പരിശുദ്ധ അമ്മ തരുന്നതാണോ, ആ വില്ലയുടെ പേര് തന്നെ മഴവില്ലെന്നാണ്. അപ്പോൾ എല്ലാത്തിലും അവർ പരിശുദ്ധ അമ്മയുടെ ചിത്രമോ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥയോ അപേക്ഷിച്ചുകൊണ്ട് ഈശോയ്ക്ക് വസിക്കാൻ പറ്റിയൊരിടമാണോ എന്നന്വേഷിച്ചുകൊണ്ടാണ് ഉടമ്പടി മക്കൾ എപ്പോഴും മുന്നോട്ട് കാൽവെപ്പെടുക്കുന്നത്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ട് നമ്മുടെ എല്ലാ പ്രതിസന്ധികളെയും മാറ്റി നമുക്കൊരു ബെറ്റർ ലൈഫ് നൽകുന്നതിനും നമ്മെ എപ്പോഴും നിത്യതയിലേക്ക് നടന്നടുപ്പിക്കുന്നതിനും ഈശോയിൽ നിന്നൊരിക്കലും അകന്നു പോകാതിരിക്കാൻ നമ്മെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നതിനും നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകിക്കൊണ്ട് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക. ഈശോയ്ക്കും 1000 നന്ദി. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഇതിനു മുന്നേ ഇവിടെ വരുമ്പോൾ, ഇവിടെ വന്ന് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കും, എന്നായിരിക്കും ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയുക, എന്നാണ് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ മാറ്റുക എന്ന്. ഇന്ന് എൻ്റെ അമ്മ മാതാവ് അതിനുള്ള അവസരം എനിക്ക് തന്നു. എൻ്റെ പേര് അനു വിപിൻദാസ്. ഞാനൊരു അക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് ഉള്ള ആളാണ്. ഞാൻ വരുന്നത് കോട്ടയം പാലായിൽ നിന്നാണ്. എൻ്റെ ആദ്യത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, അതിനു മുന്നേ ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നത് 2023 ഒക്ടോബർ മാസമാണ്. വരാനുള്ള കാരണം, എന്നോട് എൻ്റെ മമ്മി പറഞ്ഞു, ഇങ്ങനെ കൃപാസനം എന്ന് പറയുന്ന പള്ളിയുണ്ട് ആലപ്പുഴയിൽ, നമുക്കൊന്ന് പോകാം, മാതാവിനെ കാണാം, ഒന്ന് പ്രാർത്ഥിക്കാമെന്ന്. അങ്ങനെയാണ് ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. വന്നു, കണ്ടു, പ്രാർത്ഥിച്ചു, ഞങ്ങൾ തിരിച്ചു പോയി. അതിനുശേഷം 2024 മെയ് മാസം 18-ാം തീയതി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം PSC, അത് ഗവൺമെൻറ് ജോബിലേക്ക് വേണ്ടിയിട്ടുള്ള ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ, അതിൻ്റെ എക്സാം നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുള്ള സമയമായിരുന്നു. ഞാൻ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. പഠിച്ചിറങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനിവിടെ വന്നു, ഉടമ്പടി എടുക്കാൻ തന്നെ തീരുമാനിച്ചു. മാതാവിനോട് പ്രാർത്ഥിച്ച എൻ്റെ ആദ്യത്തെ സാക്ഷ്യവും അത് തന്നെയായിരുന്നു, നല്ലൊരു റാങ്ക് തരണം, എനിക്ക് ഈ ഒരു അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് ഗവൺമെൻറ് ജോലി എനിക്ക് നേടിത്തരണമെന്ന്. അങ്ങനെ ഉടമ്പടി എടുത്തു, ഞാൻ തിരിച്ചു പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും വന്നു ഹോൾ ടിക്കറ്റായിട്ട്. അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കാം എന്ന് ഓർത്താണ് വന്നത്. പക്ഷേ വന്നപ്പോൾ എനിക്ക് അച്ഛനെ കാണാൻ സാധിച്ചില്ല. ഒരുപാട് സങ്കടമായി. പക്ഷേ ഞാൻ ആ ഹോൾ ടിക്കറ്റ് വെച്ച് മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് നല്ലൊരു റാങ്ക് ഉറപ്പായിട്ടും തന്നെ തരണം. കാരണം ഇനിയിപ്പോൾ ഒരു എക്സാം വിളിക്കുന്നത് 3 വർഷം കഴിഞ്ഞിട്ടാണ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ. എനിക്കിനി അതിനിരുന്ന് പ്രിപ്പയർ ചെയ്യാൻ വയ്യ. അപ്പോൾ എനിക്കിതിൽ തന്നെ തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഇതിന് മുന്നേ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്താണെങ്കിലും എനിക്ക് വല്ലാത്ത ടെൻഷൻ ഉണ്ടായിരുന്നു, പേടിയുണ്ടായിരുന്നു, ഒരു കോൺഫിഡൻസ് കുറവ്. പഠിക്കുന്നുണ്ട്, പക്ഷേ എന്തെന്നില്ലാത്ത സങ്കടവും, ഡെയിലി കരയാത്ത ഒരു ദിവസം പോലും ഇല്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് ഞാൻ ആ ഹോൾ ടിക്കറ്റ് വെച്ച് പ്രാർത്ഥിച്ച് തിരിച്ച് വീട്ടിൽ ചെന്ന അന്ന് തൊട്ട് എനിക്ക് കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീര് എനിക്ക് വന്നിട്ടില്ല. എന്തെന്നില്ലാത്ത ഒരു കോൺഫിഡൻസ് എനിക്ക് എൻ്റെ മാതാവ് തന്നു. അങ്ങനെ ഏപ്രിൽ 4-ാം തീയതി ഞാൻ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പോയി. ഉടമ്പടി തൈലം പുരട്ടി, ഞാൻ ഉപ്പ് കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു. എക്സാമിന് കയറുന്നതിന് മുന്നേ ഞാൻ എക്സാം ഹാളിന് മുന്നിൽ ഞാനത് വിതറി. അതുപോലെ തന്നെ മാതാവിൻ്റെ കാശുരൂപം ഞാൻ എൻ്റെ ഡ്രസ്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അകത്ത് കയറിയിട്ടാണെങ്കിലും ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് ഇരുന്നത്. ഒരുപാട് പ്രാർത്ഥിച്ചാണ് ഞാൻ അതിൻ്റെ അകത്ത് കയറിയത്. ഓരോ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോഴും കൺഫ്യൂഷൻ തോന്നിയാൽ ഞാൻ ഉടനെ മാതാവിനെ വിളിച്ച് ആ കാശുരൂപത്തെ തൊട്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ആൻസർ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ എനിക്കെൻ്റെ റിസൾട്ട് വന്നു. എനിക്ക് റാങ്ക് 38-ാമത്തെ റാങ്ക് തന്ന് മാതാവിനെ അനുഗ്രഹിച്ചു. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച മാർച്ച് 10-ാം തീയതി കോട്ടയം ജില്ലയിൽ തന്നെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറായിട്ട് ഞാൻ ജോയിൻ ചെയ്തു. അപ്പോൾ എൻ്റെ ആ ഒരു ആഗ്രഹം സാധിച്ചു തന്ന എൻ്റെ അമ്മ മാതാവിന് 1000, എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല, 1000 നന്ദി ഞാൻ പറയുന്നു. അതുപോലെ തന്നെ എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, എനിക്ക് വണ്ടി ഓടിക്കാൻ ഭയങ്കര പേടിയുള്ള ഒരാളായിരുന്നു. ലൈഫിൽ ഞാൻ ഒരിക്കലും വണ്ടി കൈകൊണ്ടെടുക്കില്ല, ഓടിക്കില്ല എന്ന് വിചാരിച്ച ആളാണ് ഞാൻ. ഞാൻ ലേണേഴ്സിന് അപ്ലൈ ചെയ്തു, അത് പാസ്സായി. അത് കഴിഞ്ഞ് ഡ്രൈവിംഗ് ടെസ്റ്റിന് ഞാൻ പോയി, എനിക്ക് ലൈസൻസ് ലഭിച്ചു. അവിടെയും ഞാൻ അമ്മ മാതാവിൻ്റെ കാശുരൂപവും ഈ പറയുന്ന തൈലം ഉപയോഗിച്ച് ഞാൻ നെറ്റിയിൽ വരച്ചിട്ടാണ് പോയത്. അവിടെയും ഞാൻ ഉപ്പ് വിതറുകയുണ്ടായി. ഇതെല്ലാം ചെയ്തിട്ടാണ് എനിക്ക് ലൈസൻസ് ലഭിച്ചു.
ഇപ്പം ഞാൻ എൻ്റെ വണ്ടി ഓടിച്ചിട്ട് തന്നെയാണ് ഞാൻ ജോലിക്ക് പോകുന്നത് തന്നെ. ഇപ്പം വലിയ പേടിയൊന്നുമില്ല, ഫുൾ കോൺഫിഡൻസോട് കൂടി തന്നെയാണ് വണ്ടി ഓടിക്കുന്നത്. എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, എനിക്ക് പീരിയഡ്സ് ടൈമിൽ ഭയങ്കര അസഹനീയമായിട്ടുള്ള പെയിനും അതുപോലെ ഇൻറ്റൻസീവായിട്ടുള്ള വൊമിറ്റിങ്ങും ഉള്ള ഒരാളായിരുന്നു ഞാൻ. പീരിയഡ്സ് ആയി കഴിഞ്ഞാൽ ബെഡിൽ നിന്ന് ഏക്കുക എന്ന് പറയുന്നത് തന്നെ എനിക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാര്യമായിരുന്നു. കാരണം ബെൻഡ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി അത്രയും പെയിൻഫുൾ ആയിട്ടുള്ള ദിവസങ്ങളാണ് എനിക്ക് പീരിയഡ്സിൻ്റെ ടൈം എന്ന് പറയുന്നത്. അങ്ങനെ സ്കാൻ ചെയ്തപ്പോൾ എനിക്ക് എൻഡോമെട്രിയൽ സിസ്റ്റ് ഉണ്ടെന്ന് മനസ്സിലായി. അതിനുശേഷം ഞാൻ അമ്മ മാതാവിൻ്റെ തൈലം വെച്ച് എന്നും സായാഹ്ന പ്രാർത്ഥനയ്ക്കാണെങ്കിലും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ സമയത്താണെങ്കിലും ഞാൻ ഉടമ്പടി തൈലം വയറിൽ പുരട്ടി ഞാൻ പ്രാർത്ഥിക്കും. അങ്ങനെ എനിക്കിപ്പം വേദന കുറവുണ്ട്, നല്ല രീതിയിൽ വേദന കുറവുണ്ട്. എനിക്കിപ്പോൾ ഓക്കെയാണ്. എവിടെയെങ്കിലും പീരിയഡ്സിൻ്റെ ടൈം ആണെങ്കിലും എനിക്ക് പോകാനുള്ള ധൈര്യം എനിക്ക് പറ്റുന്നുണ്ട്. അപ്പോൾ അത് പൂർണ്ണമായിട്ടും എൻ്റെ അമ്മ മാതാവ് എനിക്ക് മാറ്റിത്തരും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. എൻ്റെ ആത്മീയ ജീവിതത്തിൽ എനിക്കുണ്ടായ മാറ്റങ്ങൾ എന്ന് പറയുന്നത്, എല്ലാ ചൊവ്വാഴ്ചകളിലെയും അച്ഛൻ്റെ ധ്യാനം ഞാൻ കൂടാറുണ്ട്. അതുപോലെ തന്നെ യൂട്യൂബിലിടുന്ന സാക്ഷ്യങ്ങൾ ഞാൻ കാണാറുണ്ട്. ബൈബിള് വായിക്കാറുണ്ട്. എക്സാമിൻ്റെ ടൈമിനാണെങ്കിലും ബൈബിള് വായിക്കുന്നതിലൂടെ എനിക്ക് ഒരുപാട് ഒരു സമാധാനം മനസ്സിന് എനിക്ക് കിട്ടാറുണ്ട്. കൊന്ത ചൊല്ലാറുണ്ട് ഞാൻ. അതുപോലെ തന്നെ എനിക്ക് ആഡോണായിട്ട് കിട്ടിയ ഒരു അനുഗ്രഹം അമ്മ മാതാവ് എനിക്ക് തന്നു. അതെന്താണെന്ന് വെച്ചാൽ LSGD വേറൊരു ഡിപ്പാർട്ട്മെൻറ്റാണ്. അതിൽ ഉള്ള പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടറിൻ്റെ എക്സാമിൽ ഞാൻ അറ്റൻഡ് ചെയ്യുകയുണ്ടായി. അതിൽ എനിക്ക് റാങ്ക് 22ാമത്തെ റാങ്ക് അമ്മ മാതാവ് എനിക്ക് തന്നു. ഇതൊക്കെയാണ് എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഉണ്ടായ മാറ്റങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 2023 നടന്ന അഖണ്ഡ ജപമാല റാലിയിൽ എനിക്ക് പങ്കെടുക്കാൻ അവസരമുണ്ടായി. പിന്നെ ഞാൻ കാരുണ്യ പ്രവൃത്തിയായിട്ട് ചെയ്യുന്നത്, വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഓൾഡ് ഏജ് ഹോമിൽ പറ്റുമ്പോഴൊക്കെ ഫുഡ് അവർക്ക് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഇവിടുന്ന് ലഭിക്കുന്ന പത്രം, അത് ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ രോഗികളെ നേരിട്ട് സന്ദർശിച്ച് അവർക്ക് ഞാൻ കൊടുക്കാറുണ്ട്. അതിൽ എനിക്കറിയാവുന്ന വചനങ്ങൾ ഞാൻ എപ്പോഴും ആ പത്രത്തിൻ്റെ മുകളിൽ ഞാൻ എഴുതി പ്രാർത്ഥിച്ചിട്ടാണ് അവർക്ക് ഞാൻ കൊടുക്കുന്നത്. ഇപ്പം പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിലും ആവശ്യക്കാരായിട്ടുള്ള പണത്തിന് ആവശ്യമുള്ള ആരെങ്കിലും കണ്ടാൽ എൻ്റെ കയ്യിലുള്ളതുപോലെ ഞാൻ അവർക്ക് അത് കൊടുക്കാറുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന എൻ്റെ അമ്മ മാതാവിനോടും ഈശോയോടും എനിക്ക് 1000 നന്ദി. അതുപോലെ ഇപ്പോഴുള്ള യുവജനങ്ങളോടും എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഇതുപോലൊരാഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ, എനിക്ക് 23 വയസ്സായതേ ഉള്ളൂ, അപ്പം ഫിനാൻഷ്യലി സെറ്റിൽ ആവണം, ഇൻഡിപെൻഡൻ്റ് ആവണം എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമാണ്. അപ്പോൾ ഇവിടെ വന്ന അമ്മ മാതാവിനോടും ഈശോയോടും പ്രാർത്ഥിക്കുക, ഉടമ്പടി എടുക്കുക. ഉറപ്പായിട്ടും അമ്മ മാതാവ് അത് സാധിച്ചു തരും. നന്ദി. സങ്കീർത്തനങ്ങൾ 91 9 മുതൽ 11 വരെ തിരുവചനങ്ങൾ. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ നീ വാസമുറപ്പിച്ചു. നിനക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിൻ്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിൻ്റെ വഴികളിൽ നിന്നെ കാത്തുപരിപാലിക്കുവാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. അനു വിപിൻദാസ് എന്ന ഈ മകൾക്ക് ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച അനുഭവങ്ങളെ അമ്മ മാതാവിൻ്റെ തിരുനടയിൽ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഹെൽത്ത് ഇൻസ്പെക്ടർ എന്ന പഠന മേഖലയിൽ മകൾക്ക് ലഭിച്ച വിജയത്തെക്കുറിച്ച്, അതിലടിസ്ഥാനമാക്കിയുള്ള ജോലിക്ക് വേണ്ടിയുള്ള മകളുടെ പരിശ്രമത്തിൽ ഏറെ കുറച്ച് മാത്രം എടുക്കുന്ന ആ ഒരു തൊഴിലിൽ മകൾക്ക് കോട്ടയത്ത് ജോലി ലഭിക്കുന്ന വിധത്തിൽ ഈ നാളുകളിൽ മകളെഴുതിയ പരീക്ഷയ്ക്ക് ഉന്നത വിജയം നൽകുകയും സ്ഥിര ജോലി നൽകി മകളെ അനുഗ്രഹിച്ചതിൻ്റെ നന്മയുമാണ് ഈ എൽത്താരയിൽ മകൾ സാക്ഷ്യപ്പെടുത്തിയത്. അതോടൊപ്പം തന്നെ ഏറെ ഭയപ്പാടുണ്ടായിരുന്ന മകൾക്ക് 2 വീലർ 4 വീലർ ലൈസൻസ് എടുക്കുവാനും വാഹനം സ്വന്തമായി തന്നെ ഓടിച്ച് യാത്രകൾ ചെയ്യുവാനും മകൾക്ക് ലഭിച്ച ആത്മധൈര്യത്തെക്കുറിച്ചും മകൾ ഈ എൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തി. ഉടമ്പടി നമുക്ക് കൈമാറുന്ന ഒരു അനുഗ്രഹമാണ് ആത്മധൈര്യം. നാം ഭയപ്പെട്ടവരാണെങ്കിലും വിജയം സാധിക്കില്ല എന്ന് കരുതുന്നവരാണെങ്കിലും പരിശ്രമത്തിൽ പലപ്പോഴും പിന്നോട്ട് പോകുന്നവരാണെങ്കിലും ഉടമ്പടിയിൽ നാം പ്രവേശിച്ചു കഴിയുമ്പോൾ അമ്മ മാതാവിനോടുള്ള നിരന്തരമായ സമ്പർക്കം ഏത് ജീവിതത്തിൻ്റെ ക്ലേശകരമായ അവസ്ഥയിലും ആത്മധൈര്യത്തോടെ നേരിടുവാനും ചങ്കൂറ്റത്തോടെ മുന്നോട്ട് പോകുവാനും അമ്മ നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കും. മകൾ സൂചിപ്പിച്ചു, തൻ്റെ കഴിവിനാലല്ല, അമ്മയുടെയും ഈശോയുടെയും കൃപയാൽ മാത്രം തൻ്റെ ആ പരീക്ഷകൾ വിജയിക്കുവാനും PSC പരീക്ഷയുടെ നേരത്ത് നന്നായി അത് എഴുതുവാനുള്ള കൃപകളും സാഹചര്യങ്ങളും അമ്മ ഒരുക്കി കൊടുത്തുവെന്ന്. ആ പരീക്ഷയുടെ ചോദ്യങ്ങളിൽ പോലും സംശയമുണ്ടായ നേരങ്ങളിൽ താൻ ആശ്രയിക്കുന്നത് അമ്മയിലാണെന്ന് ഉറപ്പിച്ച് തന്നെ ആ അമ്മയുടെ ഉടമ്പടിക്ക് ആശീർവാദം ചേർത്ത് പിടിച്ചുകൊണ്ട് അമ്മ എനിക്ക് ഉത്തരം നൽകണമേ എന്ന മനസ്സിൻ്റെ പ്രാർത്ഥന
മകൾക്ക് ശരിയായ ഉത്തരങ്ങളിലേക്ക് അത് പൂരിപ്പിക്കുവാനും അത് മകൾക്ക് നല്ല റാങ്ക് നേടുവാൻ തക്കവിധം മകളെ സഹായിച്ചുവെന്നും സാക്ഷ്യപ്പെടുത്തി. പ്രിയമുള്ളവരെ, നമ്മൾ ഉടമ്പടിയെ മാനിക്കുകയും ആദരിക്കുകയും ചെയ്യുമോ, ഉടമ്പടി നമ്മുടെ ജീവിത വിഷയങ്ങൾക്ക് പരിഹാരമാകും വിധം നമ്മളെ സഹായിക്കുകയും നയിക്കുകയും ചെയ്യും. ഒരു അക്രൈസ്തവ മകളാണെങ്കിലും അമ്മ മാതാവിനോട് ചേർന്ന് ഉടമ്പടി ജീവിക്കുന്ന നാൾ മുതൽ എത്ര വിശ്വാസത്തോടെ അമ്മയോട് സംസാരിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, ജീവിതം സമർപ്പിക്കുവാൻ, ധ്യാനം കൂടുവാൻ, അതുവഴി ഉടമ്പടിയിൽ തന്നെ തൻ്റെ ജീവിതത്തെ ചേർത്ത് വെച്ചുകൊണ്ട് താൻ ജീവിതം കടന്നു പോകുന്ന ഓരോ അവസ്ഥയിലും ആ ഉടമ്പടിയുടെ കൃപ, പ്രത്യക്ഷീകരണത്തിൻ്റെ കൃപ തൻ്റെ ജീവിതത്തിന് അനുഗ്രഹമാകുമെന്ന പൂർണ്ണ ബോധ്യത്തോടെ മുന്നേറുവാൻ മകളെ സഹായിച്ചതിനെയാണ് അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത്. ഈ മകൾക്ക് അമ്മയിലൂടെ ഈശോ നൽകിയ ജോലിക്ക്, വിജയത്തിന്, ശാരീരിക സൗഖ്യത്തിന് എല്ലാം എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തിയതിന് ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി സമർപ്പിക്കുന്നു. എൻ്റെ പേര് ബിയ വിൻസെൻ്റ്. ഇതെൻ്റെ അമ്മയാണ് ബീന വിൻസെൻ്റ്. ഞങ്ങൾ ചങ്ങനാശ്ശേരി അതിരൂപതയിൽ ചുങ്കപ്പാറ ലിറ്റിൽ ഫ്ലവർ ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2024 മാർച്ച് 25-ാം തീയതിയാണ്. അമ്മ അതിനു മുൻപേ ഇവിടെ ഉടമ്പടി എടുത്തിരുന്നു. ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം, മാർച്ച് മാസത്തിൽ 2024 ഞാൻ BSc നഴ്സിംഗ് ഫൈനൽ ഇയർ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ആ സമയത്ത് തിയറി എക്സാം കഴിഞ്ഞ് ഒരു 2 വീക്ക് ലീവ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ വീട്ടിലുണ്ടായിരുന്നു. അപ്പം ആ ഒരു സമയത്ത് വന്ന് ഉടമ്പടി എടുക്കണം എന്ന് ഞാൻ നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ തീരുമാനിച്ചിരുന്ന കാര്യമാണ്. ആ സമയത്ത് ഞങ്ങൾക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി. ഞാനും അമ്മയും കൂടെ സ്കൂട്ടറിൽ പോകുമ്പോൾ പെട്ടെന്ന് എൻ്റെ മുൻപിൽ ഒരു വണ്ടി, നിർത്തിയിട്ടിരുന്ന ഒരു വണ്ടി കുറുകെ ചാടി. അപ്പം അതിലിടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചു. സ്കൂട്ടറായിരുന്നു. അപ്പം അമ്മ എൻ്റെ പുറകിൽ നിന്ന് റോഡിലേക്ക് തെറിച്ചു വീണു. ഞാൻ വീണില്ല, വണ്ടി എൻ്റെ കയ്യിൽ നിന്ന് പോയില്ല. അത്ഭുതമെന്ന് പറയട്ടെ, ഞാൻ ആ വണ്ടി വെച്ച് തിരിച്ച് അമ്മയെ നോക്കുന്ന സമയം കൊണ്ട് ഈശോയുടെയും അമ്മ മാതാവിൻ്റെയും കരങ്ങൾ അമ്മയെ ആ റോഡിൽ നിന്നും പിടിച്ച് എണ്ണയിപ്പിച്ച് നിർത്തിയിരുന്നു. അമ്മയുടെ കയ്യിൽ പരിശുദ്ധ ദൈവമാതാവിൻ്റെ ഉടമ്പടി കാശുരൂപം ഉണ്ടായിരുന്നു. ഞാൻ ഇന്നും വിശ്വസിക്കുന്നു, അമ്മ മാതാവ് ആ ഉടമ്പടി കാശുരൂപം അമ്മ മുറുകെ പിടിച്ചതിൻ്റെ ഫലമായി ഒരു ആപത്തും കൂടാതെ, ഒരു മുറിവുകളും ഇല്ലാതെ പൂർണ്ണമായിട്ടും ആ അപകടത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു. അത് ഞാൻ വിശ്വാസത്തോടെ എൻ്റെ കൺമുൻപിൽ കണ്ടു കഴിഞ്ഞപ്പം ഞാൻ ഉറപ്പിച്ചു, ഇനി ഞാൻ താമസിക്കില്ല, ഇനി ഞാൻ ഉടമ്പടി ഉടനെ തന്നെ എടുത്തിരിക്കും. അതിനുശേഷം 2 ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. തിയറി എക്സാം കഴിഞ്ഞ് അതിനുശേഷം ഞാൻ ഉടമ്പടി കാശുരൂപം ഒക്കെ കൊണ്ടാണ് പിന്നീട് പ്രാക്ടിക്കൽ എക്സാമിന് പോകുന്നത്. അങ്ങനെ BSc നഴ്സിംഗിൻ്റെ എക്സാമൊക്കെ കഴിഞ്ഞ് റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. OBG എന്ന എക്സാം എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. കേരള യൂണിവേഴ്സിറ്റിയിൽ നഴ്സിംഗ് പഠിക്കുന്നവർക്കറിയാം, 50 ഷീറ്റുള്ള ബുക്ക്ലെറ്റിൽ വെറും ഏകദേശം 30ഓളം ഷീറ്റുകൾ മാത്രമാണ് ഞാൻ കംപ്ലീറ്റ് ചെയ്തത്. എനിക്ക് എക്സാം ക്വസ്റ്റ്യൻസൊക്കെ എളുപ്പമായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ച രീതിയിൽ അന്ന് എനിക്ക് എക്സാം എഴുതാൻ സാധിച്ചില്ല. ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മ ഇത് ഫൈനൽ ഇയർ എക്സാമാണ്, എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് പാസ്സാക്കി തരണം. നോട്ട് ബൈ മൈ മെറിറ്റ്, ഒൺലി ബൈ ഗ്രേസ്. എൻ്റെ കഴിവ് കൊണ്ട് ഞാനത് പാസ്സാകില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ബാക്കിയുള്ള 3 സബ്ജക്റ്റുകളും എളുപ്പമായിരുന്നു. പക്ഷേ ആ സബ്ജക്റ്റ് എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. റിസൾട്ട് വന്നപ്പോൾ അമ്മ മാതാവ് എന്നെ എടുത്ത് ഉയർത്തുകയാണ് ചെയ്തത്. കാരണം ഞാൻ തോൽക്കുമോന്ന് പോലും പേടിച്ചിരുന്ന OBG എന്ന ആ എക്സാമിനായിരുന്നു ഏറ്റവും കൂടുതൽ മാർക്ക് എനിക്ക് ലഭിച്ചത്. ബാക്കി 3 സബ്ജക്റ്റുകളെക്കാളും ഏറ്റവും കൂടുതൽ മാർക്ക് നൽകി പരിശുദ്ധ അമ്മ എന്നെ BSc നഴ്സിംഗ് പൂർത്തിയാക്കുകയും അതുപോലെ തന്നെ OBG എന്ന എക്സാമിന് ഏറ്റവും കൂടുതൽ മാർക്ക് നൽകുകയും ചെയ്തു. പിന്നീട് OET പഠിക്കാനായിട്ട് ഞാൻ പോയി. ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ OET പാസ്സാകാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു. ഞാൻ ആ സമയത്തൊക്കെ ഉടമ്പടിയിലാണ്. അപ്പം അമ്മ മാതാവും ഈശോയും എൻ്റെ കൂടെയുണ്ട്, ഞാനത് പാസ്സാകും എന്ന് തന്നെ ഞാൻ വിചാരിച്ചു. പക്ഷേ ക്ലബിംഗ് സ്കോർ മാത്രമാണ് എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ കിട്ടിയത്. അതിനുശേഷം എനിക്ക് മനസ്സിലായി, കൂടുതൽ ഈശോയോടും അമ്മ മാതാവിനോടും അടുക്കുവാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രതിസന്ധി ഘട്ടങ്ങളെ എങ്ങനെ തരണം ചെയ്യണമെന്ന് ജീവിതത്തിൽ എന്നെ ഒന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്ലബിംഗ് സ്കോർ മാത്രം എനിക്ക് ലഭിച്ചത്. UK വേണ്ട റിക്വയർഡ് സ്കോർ അന്ന് എനിക്ക് ലഭിച്ചില്ല.
അതിനുശേഷം രണ്ടാമത് ഞാൻ വീണ്ടും OET എഴുതി. അന്ന് എനിക്ക് ഇത്രയും പോലും മാർക്ക് ലഭിച്ചില്ല. വീണ്ടും മൂന്നാമത് ഞാൻ ഇവിടെ വന്ന് ജോസഫ് അച്ഛനെ കണ്ടു. അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് വാങ്ങി. അച്ഛൻ എനിക്ക് കാശ് രൂപം തന്നു. അന്ന് ഞങ്ങൾ എക്സാം എഴുതാൻ കുറേ കുട്ടികളുണ്ടായിരുന്നു. എല്ലാവരോടും അച്ഛൻ പറഞ്ഞു, പോയി രക്ഷപ്പെടും മക്കളെ എന്ന് പറഞ്ഞു. ആ ഒരു വാക്ക് ഒരുപാട് എൻ്റെ ജീവിതത്തിൽ എന്നെ സ്ട്രൈക്ക് ചെയ്തു. അങ്ങനെ മൂന്നാമത്തെ എക്സാം ഞാൻ എഴുതി. നേർച്ച വസ്തുക്കളെല്ലാം ഉപയോഗിച്ച് പരീക്ഷാ ഹാളിൽ ഉപ്പ് വിതറി ഉടമ്പടി തൈലം ഉപയോഗിച്ച് തേൻ ഉപയോഗിച്ച് ഞാൻ എക്സാം എഴുതി. മൂന്നാമത്തെ അറ്റംപ്റ്റിൽ ഞാൻ OET പാസ്സായി. ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി പറയുന്നു. OET പാസ്സായതിനു ശേഷം അടുത്തത് CBT എക്സാമാണ്. അതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമാണ്. വളരെ പ്രയാസകരമായ ഒരു പരീക്ഷ തന്നെയാണത്. ആ സമയത്ത് ഞാൻ എക്സാമിന് എനിക്ക് എറണാകുളത്ത് വെച്ചിട്ടായിരുന്നു. എക്സാം സെൻറ്റർ ചെറിയതായിട്ടൊന്ന് മാറിപ്പോയി. അങ്ങനെ രാവിലെ 9 മണിക്കാണ് എക്സാം. 8:30 ആയപ്പം എറണാകുളം സിറ്റിയിലെത്തി. പക്ഷേ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് കാരണം അന്ന് എക്സാം സെൻറ്റർ മാറിപ്പോയി. അപ്പം എനിക്ക് ഉറപ്പായിരുന്നു, ഞാനും എൻ്റെ ചേട്ടൻ്റെ ഒരു ഫ്രണ്ടും കൂടെയാണ് എക്സാം എഴുതാൻ പോയത്. ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മളിനി എത്ര പരിശ്രമിച്ചാലും 9 മണിക്ക് നമുക്ക് ആ എക്സാം എഴുതാൻ പറ്റത്തില്ല, എക്സാം ഹാളിൽ കയറാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു, ഇല്ല, എനിക്ക് ഉറപ്പാണ്, എൻ്റെ പരിശുദ്ധ ദൈവമാതാവും ഈശോയും എൻ്റെ കൂടെയുണ്ട്. ഞാൻ ഉടമ്പടി കാശുരൂപം മുറുകെ പിടിച്ച് ഞാൻ പ്രാർത്ഥിച്ചു, അമ്മേ എന്നെ എക്സാം ഹാളിൽ എത്തിക്കണേ 9 മണിക്ക് മുമ്പ്. വളരെ തിരക്കുള്ള സമയമാണ് എറണാകുളം ടൗണിലെ രാവിലെ 8:30 എന്ന് പറയുന്ന സമയം. എനിക്കറിഞ്ഞുകൂടാ, അത്ഭുതമെന്ന് പറയട്ടെ, 9 ആകാൻ കൃത്യം 2 മിനിറ്റ് ഉള്ളപ്പം ഞാൻ ആ എക്സാം ഹാളിൽ എത്തുകയും ആ എക്സാം എനിക്ക് പാസ്സാവാനും സാധിച്ചു. അതിനും ഈശോയ്ക്കും അമ്മയ്ക്കും ഞാൻ നന്ദി പറയുന്നു. OETയും CBTയും ഒക്കെ പാസ്സായി. ഞാൻ ആ സമയത്ത് ഒരു താലൂക്ക് ഹോസ്പിറ്റലിൽ വോളണ്ടറി സ്റ്റാഫ് നേഴ്സായിട്ടാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു, എന്തിനാണ് താലൂക്ക് ആശുപത്രിയിലൊക്കെ ജോലി ചെയ്യാൻ പോകുന്നത്, വേറെ എവിടെയെങ്കിലും കയറിക്കോടെ, ഇനിയിപ്പോൾ ആരും UK ആരെയും ഇപ്പോൾ എടുക്കത്തൊന്നുമില്ല, അവിടെ റിക്രൂട്ട്മെൻറ്റുകളൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് ഉറപ്പായിരുന്നു, ഞാൻ താലൂക്ക് ഹോസ്പിറ്റലിൽ ഓരോ രോഗികൾക്ക് വേണ്ടി ഞാൻ സേവനം ചെയ്യുമ്പോൾ എൻ്റെ ഈശോയും എൻ്റെ അമ്മ മാതാവും അതിനുള്ള പ്രതിഫലം എനിക്ക് തരുമെന്ന് എനിക്ക് പൂർണ്ണമായ വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ തന്നെ ഞാൻ മുൻപോട്ട് പോയി. അങ്ങനെ ഒരു ദിവസം രാവിലെ നമ്മുടെ 5:30 മണിയുടെ രാവിലത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുമ്പോൾ നീലത്തിരയിൽ അമ്മ മാതാവ് ഒരു തിരുഹൃദയ രൂപം ഞങ്ങളെ കാണിച്ചു തന്നു. ഇതാണ് ആ തിരുഹൃദയ രൂപം. അപ്പം ഞാൻ എന്നും മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവേ എന്താണ് ഈ അടയാളമെന്ന് എന്നെ ഒന്ന് കാണിച്ചു തരണേ. ഓരോ ദിവസവും ഞാനത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് UK ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് ഇല്ലാത്തത് കൊണ്ട് OSCE എക്സാം എഴുതാനായിട്ട് UK പോകാം എന്നൊരു തീരുമാനം ഞാൻ എടുത്തു. അങ്ങനെ എല്ലാ പേപ്പർ വർക്കുകളും ഒരു തടസ്സവും കൂടാതെ വിസയും ഒക്കെ റെഡിയായി. ഞാൻ UK എത്തുന്നത് 2025 ജൂൺ 27-ാം തീയതിയാണ്. ജൂൺ 27 എന്ന് പറയുന്നത് ഈശോയുടെ തിരുഹൃദയ തിരുനാളാണ്. അന്ന് എനിക്ക് മനസ്സിലായി, അമ്മ മാതാവ് എനിക്ക് മാസങ്ങൾക്ക് മുൻപേ കാണിച്ചു തന്ന ഈ തിരുഹൃദയം ആ ഈശോയുടെ തിരുഹൃദയത്തിൽ ഞാൻ UK എത്തുക എന്നുള്ള അടയാളമായിരുന്നു. അങ്ങനെ UK എത്തി. അവിടുത്തെ UK രജിസ്റ്റേർഡ് നേഴ്സ് ആവാനുള്ള എക്സാമാണ് OSCE എക്സാം. വളരെ പ്രയാസകരമായ ഒരു എക്സാമാണ്. ഞാൻ ഉടമ്പടി കാശുരൂപവും നേർച്ച വസ്തുക്കളും ഒക്കെ ഉപയോഗിച്ച് അമ്മ മാതാവിനോടും ഈശോയോടും മുട്ടിപ്പായി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ ആ എക്സാം പാസ്സായി. അതിനുശേഷം UK രജിസ്റ്റേർഡ് നേഴ്സായിട്ടുള്ള പിൻ നമ്പർ എനിക്ക് ലഭിച്ചു. പിന്നീട് ഞാൻ ഓരോ ആപ്ലിക്കേഷൻസും ഇങ്ങനെ അയച്ചുകൊണ്ടിരുന്നു. എത്ര ആപ്ലിക്കേഷൻ അയച്ചെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. 1000കണക്കിന് ആപ്ലിക്കേഷനുകൾ ഞാൻ അവിടെ ഇരുന്ന് അയച്ചു. എല്ലാം റിജക്ഷൻ മാത്രമായിരുന്നു. ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മ മാതാവേ ഇത്രയൊക്കെ ഞാൻ പ്രാർത്ഥിച്ചിട്ടും ഇത്രയൊക്കെ ഞാൻ ചെയ്തിട്ടും ഒരു ആപ്ലിക്കേഷൻ പോലും എന്നെ ഒന്നും വിളിക്കുന്നില്ലല്ലോ, ഒരു ഇൻ്റർവ്യൂവിന് പോലും എന്നെ ഒന്നും വിളിക്കുന്നില്ലല്ലോ എന്നോർത്ത് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ UK വെച്ച് വൈകുന്നേരത്തെ സന്ധ്യാപ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന സമയത്ത് അമ്മ മാതാവ് ഇങ്ങനെ 9 എന്നൊരു നമ്പർ പച്ച മെഴുകുതിരിയിൽ എന്നെ കാണിച്ചു തന്നു. അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു, എന്തോ ഒന്ന് അമ്മ എനിക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. പക്ഷേ കുറച്ച് താമസം എടുക്കും എന്നെനിക്കറിയാം. അപ്പം ആ ഒരു താമസത്തെ അതിജീവിക്കാനുള്ളൊരു കൃപ എനിക്ക് തരണേ മാതാവേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് എൻ്റെ ഈശോയും എൻ്റെ അമ്മ മാതാവും എനിക്ക് കരുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ആ ഒരു പ്രതിസന്ധി ഘട്ടങ്ങളെ എങ്ങനെ അതിജീവിക്കും, അതിനുള്ള കൃപ എനിക്ക് ലഭിക്കണേ മാതാവേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ജൂൺ മാസം OSCE എക്സാം എഴുതാൻ പോയ ഞാൻ ഡിസംബർ മാസം തിരിച്ചെത്തി. എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു 2025 നമ്മുടെ അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുക്കണമെന്നുള്ളത്. ഞാൻ UK ആയിരുന്നതുകൊണ്ട് എനിക്കതിന് സാധിച്ചില്ല.
പക്ഷേ മാഞ്ചസ്റ്ററിൽ, UK മാഞ്ചസ്റ്ററിൽ നടന്ന അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുക്കുവാനായിട്ട് അമ്മ മാതാവ് എനിക്ക് അവസരം തന്നു. എനിക്കറിയില്ലായിരുന്നു അവിടെ എന്നാണ് ജപമാല റാലിയെന്നോ അതിന് ഞാൻ എങ്ങനെ പോകുമെന്നോ ഒന്നും എനിക്കറിയില്ല. ഒരു ദിവസം ഞാനിങ്ങനെ യൂട്യൂബിൽ നമ്മുടെ സാക്ഷ്യങ്ങൾ കേൾക്കുന്നതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്നൊരു ഇമേജ് കയറി വന്നതാണ്. മാഞ്ചസ്റ്ററിൽ 2025 നവംബർ 1-ാം തീയതി അഖണ്ഡ ജപമാല റാലി നടക്കുന്നുണ്ട് എന്ന്. അത് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. കാരണം എനിക്ക് നാട്ടിൽ വന്ന് ജപമാല റാലിക്ക് കൂടാൻ പറ്റിയില്ലല്ലോ എന്നൊരു സങ്കടം വല്ലാതെ എന്നെ അലട്ടിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് മാതാവ് എനിക്ക് അവിടെ അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുക്കാനുള്ള അവസരം തന്നത്. അങ്ങനെ ഞാൻ തിരിച്ച് നാട്ടിലെത്തി. ഇനി നാട്ടിലെവിടെയെങ്കിലും കയറാമെന്ന് വിചാരിച്ചു. കാരണം ആപ്ലിക്കേഷൻസ് എല്ലാം റിജക്ഷൻസ് ആണ്. എല്ലാവരും പറഞ്ഞു എന്തിനാണ് ഇത്രയും പൈസയൊക്കെ മുടക്കി പോയിട്ടൊന്നും കാര്യമില്ല, ഇനി UK ആരും നഴ്സുമാരും ഒന്നും എടുക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും നിരുത്സാഹപ്പെടുത്തി. പക്ഷേ എനിക്ക് ഉറപ്പായിരുന്നു എനിക്ക് ബെസ്റ്റായിട്ടുള്ളത് എൻ്റെ ഈശോയും എൻ്റെ അമ്മ മാതാവും തരുമെന്ന് തന്നെ. അങ്ങനെ നാട്ടിലെവിടെയെങ്കിലും കയറുന്നൊക്കെ എല്ലാവരും പറഞ്ഞിട്ട് ഞാൻ കയറിയില്ല. ഞാൻ അതിശക്തമായിട്ട് തന്നെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എൻ്റെ വിശ്വാസം എന്നെ അതിജീവിക്കാനായിട്ട് സഹായിച്ചു. അങ്ങനെ 2026 ഈ ഫെബ്രുവരി മാസം 6-ാം തീയതി UK നിന്ന് എനിക്കൊരു ഓൺലൈൻ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഒരു ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ ആയിരുന്നു. ആ ഇൻ്റർവ്യൂ വളരെ പ്രയാസകരമായിരുന്നു. അരമണിക്കൂറോളം അവർ എൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. നിർത്താതെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഞാൻ പ്രാർത്ഥിച്ച എൻ്റെ അമ്മ മാതാവേ, ഞാൻ പറയുന്നത് അവർക്കും അവർ പറയുന്നത് എനിക്കും മനസ്സിലാവാനുള്ള ഒരു കൃപ എനിക്ക് തരണമെന്ന്. അങ്ങനെ ആ ഇൻ്റർവ്യൂ കഴിഞ്ഞു. പിന്നീട് ഫെബ്രുവരി 9-ാം തീയതിയാണ് അതിൻ്റെ റിസൾട്ട് വന്നത്. അന്ന് എനിക്ക് മനസ്സിലായി, മാസങ്ങൾക്ക് മുമ്പേ അമ്മ മാതാവ് എനിക്ക് പച്ചമെഴുകുതിരിയിൽ കാണിച്ചു തന്ന 9 എന്ന തീയതി എൻ്റെ റിസൾട്ട് വന്ന ഫെബ്രുവരി 9 ആയിരുന്നു. അങ്ങനെ ഒരു UK രജിസ്റ്റേർഡ് നേഴ്സായിട്ട് അമ്മ മാതാവ് ഫെബ്രുവരി 9-ാം തീയതി എന്നെ ഉയർത്തി. ഒരുപാട് പേര് കുറ്റപ്പെടുത്തി, ഒരുപാട് പേര് നിരുത്സാഹപ്പെടുത്തി, എന്തിനാണ് പോകുന്നത്, ഇനി അവിടെ ജോലിയൊന്നും കിട്ടത്തില്ല. അങ്ങനെ അല്ല, എനിക്ക് ഉറപ്പായിരുന്നു ഉടമ്പടി എടുത്ത എന്നെ എൻ്റെ ഈശോയും എൻ്റെ അമ്മ മാതാവും ഉയർത്തുമെന്ന് പൂർണ്ണമായും വിശ്വസിച്ചതിൻ്റെ ഫലമായി ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത് UK ഒരു രജിസ്റ്റേർഡ് നേഴ്സായിട്ട് ഈ ആഴ്ച പോകാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ കഴിഞ്ഞ ദിവസം എൻ്റെ വിസ വന്നു. ഞാൻ ഈ ആഴ്ച UK പോവുകയാണ്. ഞാൻ ഈ ഡിസംബറിൽ ഇവിടെ വന്ന സമയത്ത് ഞാൻ ഉടമ്പടി പുതുക്കിയിരുന്നു. വന്നു കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ ഇവിടെ വന്നു, ഉടമ്പടി പുതുക്കി. ജോസഫ് അച്ഛനെ കണ്ട് എൻ്റെ അവിടുത്തെ രജിസ്ട്രേഷൻ പേപ്പറുകളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് വാങ്ങി അച്ഛൻ തന്ന കാശ് രൂപമായിട്ട് ഞാൻ പിന്നീട് പ്രാർത്ഥിച്ചു. ഞാൻ വന്ന് ഉടമ്പടി പുതുക്കി 3 മാസം തികഞ്ഞിട്ടില്ല. അതിനു മുമ്പ് തന്നെ അമ്മ മാതാവ് എനിക്ക് ജോലി തന്നു, പോകാനുള്ള വിസയും തന്നു. ഈ ആഴ്ച ഞാൻ പോവുകയാണ്. ഈശോയ്ക്കും അമ്മ മാതാവിനും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു അനുഗ്രഹം തന്നതിന് ഈശോയ്ക്കും അമ്മ മാതാവിനെ ഞാൻ കോടാനുകോടി നന്ദിയും സ്തുതിയും ഈ സമയത്ത് സമർപ്പിക്കുന്നു. നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചിട്ടായിരുന്നു ഞാൻ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തത്. ഞാൻ പറഞ്ഞിരുന്നല്ലോ വളരെ പ്രയാസമായിരുന്നു ആ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഞാൻ പച്ചമെഴുകുതിരിയും നമ്മുടെ നീലത്തിരിയും കത്തിച്ചു വെച്ച് പ്രാർത്ഥിച്ചു. ഉപ്പ് വിതറി ഉടമ്പടി തൈലം ഞാൻ നെറ്റിയിൽ പൂശി തേൻ കുടിച്ചു. ആ സമയത്ത് ഞാൻ ആ അരമണിക്കൂർ മെഴുകുതിരി കത്തിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്തും പച്ച മെഴുകുതിരിയിൽ അമ്മ മാതാവിൻ്റെ തിരുഹൃദയം, ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടാണ് ഞാനത് കാണുന്നത്, എൻ്റെ തിരിയിൽ തിരുഹൃദയം കത്തി തെളിഞ്ഞ് നിൽപ്പുണ്ടായിരുന്നു. കാരണം ആ ഇൻ്റർവ്യൂവിൻ്റെ ആ ഒരു ടെൻഷനിൽ ഞാൻ തിരിയൊന്നും ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. ഇൻ്റർവ്യൂ കഴിഞ്ഞ് അവർ കോൾ കട്ടാക്കി പോയി കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പം എൻ്റെ മുൻപിൽ ആ പച്ചത്തിരിയിൽ വീണ്ടും തിരുഹൃദയം തെളിഞ്ഞു നിന്നിരുന്നു. അപ്പം എനിക്ക് മനസ്സിലായി ഈ ജോലി എനിക്ക് തന്നെ ഉള്ളതാണ്. എത്ര പേരുണ്ടെങ്കിലും അവരെന്നെ എടുക്കും, എനിക്ക് ഈ ജോലി കിട്ടും എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ജോലി എനിക്ക് ലഭിച്ചത്. അതുപോലെ തന്നെ വീട് പണി ഞങ്ങളുടെ ഒരു സ്വപ്നമായിരുന്നു. വീട് പണി തുടങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾ ഉടമ്പടി എടുത്തത്. ആ സമയത്തൊക്കെ ഒരുപാട് പ്രതിസന്ധികളുണ്ടായിരുന്നു, ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് എന്നും വീടിന് ചുറ്റും വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പ് വിതറി പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് യാതൊരു തടസ്സങ്ങളും പിന്നീട് കൂടാതെ നേർച്ച വസ്തുക്കളുടെ ഉപയോഗം കൊണ്ടും അമ്മ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടും ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും അതിമനോഹരമായൊരു ഭവനം പണിതുയർത്താനായിട്ട് ഈശോയും അമ്മ മാതാവും ഞങ്ങളെ അനുഗ്രഹിച്ചു. അതിന് ഞാൻ 1000 നന്ദി പറയുന്നു. എല്ലാവരുടെയും ഒരു വലിയ ആഗ്രഹമായിരുന്നു വീട് പണി പൂർത്തിയായി ആ വീട്ടിൽ വെച്ച് തന്നെ എൻ്റെ ചേട്ടൻ്റെ വിവാഹം ഉറപ്പിക്കണമെന്നുള്ളത്, പുതിയ വീട്ടിൽ നടത്തണമെന്നുള്ളത് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അതും സാധിച്ചു. പുതിയ വീട്ടിൽ വെച്ച് തന്നെ എൻ്റെ ചേട്ടൻ്റെ വിവാഹം ഉറപ്പിക്കുവാനും പിന്നീട് അത് നടത്തുവാനും സാധിച്ചു. അതും ഒരു വലിയ ദൈവാനുഗ്രഹമായി ഞാൻ കാണുന്നു. പിന്നെ അമ്മയുടെ രോഗസൗഖ്യത്തെക്കുറിച്ചാണ് പറയാനുള്ളത്. അമ്മയ്ക്ക് വേരിക്കോസ് വെയിൻ ഉണ്ടായിരുന്നു. ഉടമ്പടി എടുക്കുന്നതിന് മുൻപേ സ്കിൻ ഗ്രാഫ്റ്റ് ഒക്കെ ചെയ്തതായിരുന്നു. പക്ഷേ പിന്നീട് വീണ്ടും കാല് കുഴിഞ്ഞ് ഒരു പൊട്ടൽ പോലൊക്കെ ആയായിരുന്നു. അപ്പം മരുന്നുകളൊന്നും ഉപയോഗിച്ചിട്ടും അത് കരിയുന്നില്ലായിരുന്നു.
ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നീട് മരുന്നുകളെല്ലാം മാറ്റിവെച്ച് ഞങ്ങൾ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് കാലിൽ പുരട്ടി എന്നും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പിന്നീട് ഇതുവരെ അങ്ങനെ ഒരു മുറിവുണ്ടായിട്ടില്ല. പൂർണ്ണമായ സൗഖ്യം അമ്മയ്ക്ക് വേരിക്കോസ് വെയിൻ ലഭിക്കുകയും ചെയ്തു. അതിനും അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ 1000 നന്ദി പറയുകയാണ്. ഞാൻ നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ചെവിവേദന ഉണ്ടായി. എൻ്റെ റൂംമേറ്റ്സിനും എൻ്റെ ഫ്രണ്ട്സിനും ഒക്കെ അറിയാം, എപ്പോഴും എന്നെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാനേ അവർക്ക് സമയം ഉണ്ടായിരുന്നുള്ളൂ. എന്താണ് കാരണമെന്ന് ഡോക്ടേഴ്സിനും അറിയില്ല, എനിക്കും അറിയില്ല. കൾച്ചർ ടെസ്റ്റുകളൊക്കെ ചെയ്തു, പക്ഷേ അതിലൊന്നും എനിക്ക് ഒരു കുഴപ്പമില്ല. പഠിക്കുന്ന സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പിന്നീട് ഇന്ന് വരെ എനിക്ക് ആ ചെവിവേദന ഉണ്ടായിട്ടില്ല. ഞാൻ എന്നും ഉടമ്പടി തൈലം തൂത്ത് മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവേ ഒരു കാരണവശാലും ഇനി ആ വേദന എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഉണ്ടാവരുതെന്ന്. അതുപോലെ മറ്റെന്ത് രോഗമായാലും, ഒരു തലവേദന ആയാലും മറ്റെന്ത് രോഗങ്ങളായാലും നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ പൂർണ്ണമായും അതിൽ നിന്നുള്ള വിടുതൽ എനിക്കും എൻ്റെ കുടുംബത്തിനും അതുപോലെ ഞാൻ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേർക്കും ലഭിച്ചിട്ടുണ്ട്. 3ാമത്തെ തവണ ഞാൻ OET എഴുതുന്നതിന് മുൻപ് ഇവിടെ വന്ന ജോസഫസിനെ കാണാൻ വന്ന സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് അന്ന് ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്. അപ്പം ഞാൻ വന്ന സമയത്ത് ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ കയറിയിരുന്നു രാവിലെ. തിരിച്ച് ഞാൻ പള്ളിയിലോട്ട് കയറുന്നതിന് തൊട്ട് മുമ്പ് എൻ്റെ അടുത്ത് ആരോ ഇങ്ങനെ പറഞ്ഞു, കാശ് രൂപം കയ്യിലുണ്ടോ എന്ന് നോക്കുമെന്ന്. മാതാവ് എൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് പറയുകയാണ്. അല്ലെങ്കിൽ ഞാനത് ശ്രദ്ധിക്കത്തേയില്ല. ഞാൻ പള്ളിക്കകത്ത് കയറിയില്ല, അതിനു മുമ്പേ കാശ് രൂപം ഉണ്ടെന്ന് നോക്കുമെന്ന് എൻ്റെ മനസ്സിലിരുന്ന് അമ്മ മാതാവ് എന്നോട് പറയുകയാണ്. ഞാൻ നോക്കി, എൻ്റെ കയ്യിൽ ആ കാശ് രൂപമില്ല. ഞാൻ ഓർത്ത്, മാതാവേ ആ കാശ് രൂപം നഷ്ടപ്പെട്ടു. പ്രതിസന്ധിയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. 3ാമത്തെ OET അതെങ്ങനെയെങ്കിലും ഒന്ന് പാസ്സാവണം, ആ ഒരു വിചാരത്തോടെയാണ് വരുന്നത്. അപ്പോഴാണ്ട് കയ്യിൽ നിന്ന് കാശ് രൂപവും നഷ്ടപ്പെട്ടു. വീണ്ടും എനിക്ക് ഒരുപാട് നിരാശയായി. ഞാൻ ഇവിടെ വന്നിരുന്ന് ഒരുപാട് കരഞ്ഞു, മാതാവേ വീണ്ടും നീ എന്നെ ഓരോ പ്രതിസന്ധിയിലോട്ടാണല്ലോ കൊണ്ടുപോകുന്നതെന്ന്. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് ആ കാശ് രൂപ എങ്ങനെയെങ്കിലും തിരികെ തരണം, അത് കിട്ടിയേ പറ്റൂ. അങ്ങനെ ഞാൻ ഇവിടെ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് തിരിച്ച് ഞാൻ ആ ഹോട്ടലിൽ ചെന്നപ്പോഴും ഞാൻ ഇരുന്ന സ്ഥലത്തു നിന്ന് തന്നെ എനിക്ക് ആ കാശ് രൂപം തിരികെ ലഭിച്ചു. ഞാൻ അമ്മയെ വിളിച്ച് പറഞ്ഞു, അമ്മ എൻ്റെ കയ്യിൽ നിന്ന് കാശ് രൂപം നഷ്ടപ്പെട്ടു പോയി. അമ്മ അന്ന് എന്നെ കുറേ വഴക്ക് പറഞ്ഞു, നിൻ്റെ അശ്രദ്ധ കാരണമല്ലേ നഷ്ടപ്പെടുത്തി കളഞ്ഞത്, ഇനിയെങ്കിലും സൂക്ഷിക്കണം എന്നെ അമ്മ എന്നോട് പറഞ്ഞു. അങ്ങനെ ആ കാശ് രൂപം അന്ന് ഞാൻ ഇവിടെ കയറുന്നതിന് മുമ്പ് അന്ന് ഞാൻ നോക്കിയതുകൊണ്ട് മാത്രമാണ് അന്ന് എനിക്ക് ആ കാശ് രൂപം തിരികെ കിട്ടിയത്. പിന്നീട് ഞാൻ ഇതുവരെ കാശ് രൂപം താത്തു വെച്ചിട്ടില്ല. ഞാൻ എവിടെ പോയാലും എൻ്റെ അമ്മ മാതാവിൻ്റെ ജപമാലയും ഈ ഉടമ്പടി കാശ് രൂപമാണ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ മുതൽക്കൂട്ട്. എന്നെ നയിക്കുന്നത് ഈ പരിശുദ്ധ ജപമാലയും ഈ കാശ് രൂപം തന്നെയാണ്. ആത്മീയ ജീവിതം ആദ്യ കുർബാന സ്വീകരിച്ച നാൾ മുതൽ വിശുദ്ധ കുർബാന എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ജീവിതചര്യയായിരുന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴും OET പഠിക്കുമ്പോൾ പോലും എല്ലാ ദിവസവും ഞാൻ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നൊരു വ്യക്തിയായിരുന്നു. അപ്പം ഉടമ്പടി എടുക്കുന്ന സമയത്ത് ഈ വിശുദ്ധ കുർബാനയിൽ കൂടുതൽ ആഴപ്പെടുവാനായിട്ട് ഈശോയും മാതാവും എന്നെ അനുഗ്രഹിച്ചു. എൻ്റെ നിയോഗങ്ങൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ നിയോഗങ്ങൾക്ക് വേണ്ടിയും ഓരോ വിശുദ്ധ ബലിയും അർപ്പിക്കുവാനായിട്ട് എനിക്ക് സാധിച്ചു. നേഴ്സിംഗ് പഠിക്കുമ്പോഴാണെങ്കിലും OET പഠിക്കുമ്പോഴാണെങ്കിലും അതിനുള്ള അവസരം ഈശോയും മാതാവും എനിക്ക് തന്നു. ഓരോ ദിവസവും ദിവ്യബലി അർപ്പിക്കുവാനും പരീക്ഷയുള്ള സമയത്താണെങ്കിലും അല്ലാത്തപ്പോഴാണെങ്കിലും കുർബാന മുടക്കിയിട്ട് ഒരു കാര്യത്തിനും ഞാൻ പോകത്തില്ലായിരുന്നു. ഇപ്പോഴാണെങ്കിലും ഞാനും അമ്മയും എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിലും നിരന്തരം പങ്കെടുത്തു വരുന്നു. ഞങ്ങളുടെ ഇടവക ദേവാലയം കുറച്ച് അകലെയാണ്. അതുകൊണ്ട് തന്നെ വീടിനടുത്തുള്ള മലങ്കര കത്തോലിക്ക ദേവാലയത്തിലാണ് ഞങ്ങൾ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത്. 2 ആഴ്ച കൂടുമ്പം കുമ്പസാരിക്കാറുണ്ട്, ബൈബിൾ വചനം വായിക്കാറുണ്ട്, ജപമാല ചൊല്ലാറുണ്ട്, കുടുംബ പ്രാർത്ഥന മുടക്കാറില്ല. ഞങ്ങൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ നിയോഗത്തിന് വേണ്ടിയും കൂടുതലായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് ഈ ഉടമ്പടി എടുത്തത് വഴി എനിക്കും എൻ്റെ കുടുംബത്തിനും സാധിച്ചിട്ടുണ്ട്. കാരുണ്യ പ്രവൃത്തികൾ എല്ലാ മാസവും പ്രൊവിഡൻസ് ഹോമിൽ ഞങ്ങളുടെ ഇടവകയിൽ നിന്ന് പൊതിച്ചോറ് നൽകുന്നുണ്ട്. അത് ഞങ്ങളും ഒരു മുടക്കവും കൂടാതെ നൽകി വരുന്നു. അതുപോലെ തന്നെ ഓൾഡ് ഏജ് ഹോമിലും ഡിസേബിൾഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ നോക്കുന്ന സ്ഥാപനങ്ങളിലുമൊക്കെ ഭക്ഷണമായിട്ടും വസ്ത്രമായിട്ടും സാമ്പത്തികമായിട്ടും ഞങ്ങളെക്കൊണ്ട് കഴിയുന്ന വിധത്തിൽ ഞങ്ങൾ നൽകി വരുന്നു. വീട്ടിലാണെങ്കിലും സഹായം ചോദിച്ചും ഭക്ഷണം ചോദിച്ചും വസ്ത്രങ്ങളുണ്ടോ എന്ന് ചോദിച്ചുമൊക്കെ ഒരുപാട് പേര് വീട്ടിൽ വരാറുണ്ട്. വരുന്ന ആരെയും നിരുത്സാഹപ്പെടുത്താറില്ല. കഴിയും വിധത്തിൽ ഈശോയും മാതാവും തന്ന അനുഗ്രഹം എത്രത്തോളമാണോ അതനുസരിച്ച് അവരെ ഓരോരുത്തരെയും സഹായിക്കുവാനുള്ള കൃപ എൻ്റെ ഈശോയും എൻ്റെ അമ്മ മാതാവും ഞങ്ങളുടെ കുടുംബത്തിന് നൽകിയിട്ടുണ്ട്. അത് ഞങ്ങൾ നൽകി വരുന്നു. അതുപോലെ തന്നെ എവിടെ യാത്ര പോയാലും ഞങ്ങൾ പൊതിച്ചോറ് കയ്യിലെടുക്കും. അർഹിക്കുന്നവർക്ക് അത് നൽകുവാനായിട്ട് ഉള്ള ഒരു അനുഗ്രഹം എനിക്കും എൻ്റെ കുടുംബത്തിനും കിട്ടിയിട്ടുണ്ട്. അതുപോലെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് പത്രം ഞങ്ങൾ കൂടുതലായിട്ടും
പൊതുമേഖലയിലാണ് നൽകുന്നത്. ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും കടകളിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അമ്മ മാതാവിനെ പറ്റി പറയുവാനും പറഞ്ഞ് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി തന്നെ ഈ പത്രം കൊടുക്കുവാനും, എല്ലാ പത്രത്തിലും ഉടമ്പടി തൈലം വെച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് അമ്മേ മാതാവേ ഈ പത്രം ലഭിക്കുന്ന ഓരോരുത്തർക്കും ഇതൊരു അനുഗ്രഹമായി മാറണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഓരോ പത്രവും ഞങ്ങൾ കൊടുക്കുന്നത്. ഞാൻ UK പോയ സമയത്താണെങ്കിലും ഞാൻ ഇവിടുന്ന് ഇംഗ്ലീഷ് പത്രം വാങ്ങിച്ചുകൊണ്ട് പോയിരുന്നു. അവിടെ വെച്ച് എനിക്ക് അമ്മ മാതാവിനെ പറ്റി, ഇതൊരു റിലീജിയസ് ചർച്ചാണ്, ഇവിടുത്തെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്ന് അവിടെയുള്ളവരോട് പറഞ്ഞ് മനസ്സിലാക്കി അവിടെ ചെന്നപ്പോഴും പ്രേക്ഷിത പ്രവർത്തനം നടത്തുവാനായിട്ട് ഈശോയും എൻ്റെ അമ്മ മാതാവും എന്നെ അനുഗ്രഹിച്ചു. ഉടമ്പടി എടുത്ത എല്ലാവരോടും എനിക്കിതാണ് പറയാനുള്ളത്. നമ്മുടെ ആത്മീയ ജീവിതത്തെ കൂടുതൽ ആഴപ്പെടുത്തുവാനും നമ്മെ ശക്തീകരിക്കുവാനും നമുക്കുള്ളൊരു വലിയ ആയുധമാണ് ഈ ഉടമ്പടി. പ്രതിസന്ധികൾ ഉണ്ടാകാം, നമ്മൾ പതറിപ്പോകാം, പക്ഷേ നമ്മൾ ഒരിക്കലും വീണു പോകരുത്. താഴ്ച നമുക്കുണ്ടാകും, പക്ഷേ അവിടെ നമുക്കൊരു ഉയർപ്പുണ്ട്. ഈശോയും മാതാവും നമുക്ക് ബെസ്റ്റായിട്ടുള്ളത് കരുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ആ ഒരു കാലഘട്ടം, ആ ഒരു സമയത്തെ അതിജീവിക്കാനാണ് നമുക്ക് പ്രയാസം. ആ ഒരു സമയത്തെ അതിജീവിക്കാനുള്ള കൃപ തരണേന്ന് നമുക്ക് ഓരോരുത്തർക്കും ഈശോയോടും അമ്മ മാതാവിനോടും പ്രാർത്ഥിക്കാം. ഞാനും എൻ്റെ കുടുംബവും ഇനി എന്നും ഉടമ്പടിയിൽ തന്നെ ജീവിക്കും. ഇത്രത്തോളം അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും അതുപോലെ തന്നെ ഞങ്ങൾ വഴി മറ്റുള്ളവർക്കും ലഭിച്ചതിന് ഈശോയ്ക്കും അമ്മ മാതാവിനും ഞാൻ കോടാനുകോടി നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാരും ഞങ്ങളുടെ റിലേറ്റീവ്സ് അതുപോലെ തന്നെ നെയ്ബേഴ്സ് ഒരുപാട് പേരുടെ അമ്മ മാതാവിനെ പറ്റി പറയുവാനും ഇവിടെ വന്ന് കുറേ പേര് ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ സാക്ഷ്യങ്ങൾ കേട്ട് ഒരുപാട് പേര് ഉടമ്പടിയിലേക്ക് വന്നിട്ടുണ്ട്. ഞാൻ താലൂക്ക് ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് ഒരുപാട് പേരെ എനിക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. വരുന്നതിൽ ഒരാളെങ്കിലും ഒരു ദിവസം ഉടമ്പടി എടുത്തൊരു വ്യക്തിയായിരിക്കും. നമ്മൾ ഈ ECG ഒക്കെ എടുക്കുന്ന സമയത്ത് ഉടമ്പടി കാശ് രൂപം അവരുടെ കഴുത്തിൽ നിന്ന് ഇങ്ങനെ ഊരുമ്പോൾ അവർ പറയും, മോളെ ഇത് ECG എടുത്ത് കഴിയുമ്പം എനിക്ക് ആ കാശ് രൂപം തിരികെ തരണേ, ഇത് ഉടമ്പടി കാശ് രൂപമാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം. അമ്മ മാതാവ് അവിടെയും എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അവിടെ വരുന്ന ഓരോരുത്തരിലും അമ്മ മാതാവിനെയും ഈശോയെയും പറ്റി അറിയുവാനും അവരുടെ അനുഭവങ്ങൾ അവരെന്നോട് പറയുമായിരുന്നു, ഞാൻ എൻ്റെ അനുഭവങ്ങൾ അവരോട് പറയുമായിരുന്നു. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഈ ഉടമ്പടി എടുത്ത 2 വർഷക്കാലം. ഞാൻ ഈ മാർച്ച് 25 ആകുമ്പോൾ ഞാൻ ഉടമ്പടി എടുത്തിട്ട് 2 വർഷം തികയാണ്. ആ 2 വർഷത്തിന് മുമ്പ് ഈ പരിശുദ്ധമായ അൾത്താരയിൽ വന്ന് ഇത്രത്തോളം അനുഗ്രഹങ്ങൾ ഈശോയും അമ്മ മാതാവും എനിക്ക് തന്നു. അത് സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീണതയുടെ സാക്ഷിയാക്കി എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തണമേ എന്ന് അനുദിനം ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അതിനുള്ള ഫലമാണ് ഇന്ന് എനിക്ക് ലഭിച്ചിരിക്കുന്നത്. എനിക്കറിയാം, 2 വർഷമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവേ എല്ലാവരും സാക്ഷ്യം പറയുന്നുണ്ട്, ഓരോരുത്തരുടെയും സാക്ഷ്യം കേൾക്കുമ്പം എനിക്കും ഒരു സാക്ഷ്യം പറയാനുള്ള ഒരു കൃപ, ഒരു അനുഗ്രഹം എനിക്കും എൻ്റെ കുടുംബത്തിന് തരണേന്ന് ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. അതിനുള്ള ഫലം, അതിനുള്ള അനുഗ്രഹമാണ് ഇന്ന് ഞാൻ ഈ അൾത്താരയിൽ നിൽക്കുന്നത്. മരണം വരെ ഞാനും എൻ്റെ കുടുംബവും ഉടമ്പടിയിൽ തന്നെ ജീവിക്കും. ഇത്രത്തോളം അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും ഈ ലോകം മുഴുവൻ നൽകിക്കൊണ്ടിരിക്കുന്ന പരിശുദ്ധ അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദിയും സ്തുതിയും അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ സാക്ഷ്യം സമർപ്പിക്കുന്നു. 91 സങ്കീർത്തനം 1-2 തിരുവചനങ്ങൾ. അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും. ബിയ വിൻസെൻ്റ് എന്ന ഈ മകളുടെ അത്യുജ്വലമായ ഉടമ്പടി ജീവിതാനുഭവ സാക്ഷ്യമാണ് ഈ നിമിഷങ്ങളിൽ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. മകൾ എത്ര ആർജവത്വത്തോടു കൂടി താൻ ഉടമ്പടി ജീവിതത്തിലേക്ക് കടന്നു വന്നതും ഉടമ്പടി ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലും വിശ്വസ്തയോടെ ഉടമ്പടി ജീവിച്ചതും ദൈവനാമത്തെ മഹത്വപ്പെടുത്തിയതും പരിശുദ്ധമ്മയുടെ കരങ്ങളിൽ താൻ കടന്നുപോയിക്കൊണ്ടിരുന്ന ജീവിതത്തിൻ്റെ ഓരോ അവസ്ഥകളെയും സമർപ്പിച്ചുകൊണ്ട് തൻ്റെ കഴിവിനാലല്ല ദൈവകൃപയാൽ ഓരോ സമയത്തും അമ്മ മാതാവും ഈശോയും തന്നെ അനുഗ്രഹിച്ചുവെന്ന് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, അമ്മയുടെ കരം പിടിച്ചാൽ അമ്മ ഒരിക്കലും നമ്മുടെ കരം വിടുവിച്ചു പോവില്ല. ആ നടപ്പൊരിക്കലും പാഴാവില്ല. ആ പ്രാർത്ഥന ഒരിക്കലും ഫലവത്താവാതെ നമ്മളെ നിരാശയിൽ നിബന്ധിക്കുവാൻ അമ്മ ഇടയാക്കില്ല. കാരണം ഏതൊരാപത്ത് സമയത്തും കൂടെ നിന്ന് ജീവിത വിഷയത്തെ ഏറ്റെടുത്തുകൊണ്ട് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് ലോകത്തിൽ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നവരെ ദൈവം അനുഗ്രഹിക്കുവാൻ വേണ്ടി അമ്മ നിരന്തരം നമുക്കായി മാധ്യസ്ഥം വഹിക്കുന്നവളാണ്. സഹോദരി ആദ്യം പറഞ്ഞു തുടങ്ങി, ആ 2 പേരും കൂടി വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു പോറൽ പോലും ഏൽക്കാതെ എൻ്റെ അമ്മയെ കാത്തുകൊണ്ട് ആ ഒരു അനുഭവം എന്നെ ഉടമ്പടിയിലേക്ക് കൊണ്ടുവന്നു.
നമ്മൾ ഓരോരുത്തരെയും ഉടമ്പടിയിലേക്ക് കൊണ്ടുവരുവാൻ അമ്മ ഏതെങ്കിലുമൊക്കെ കാരണമുണ്ടാക്കും. ചില തകർച്ചയാവാം, ചില സങ്കടമാവാം, ചില പ്രത്യേക ആവശ്യങ്ങളാവാം. പക്ഷേ ഉടമ്പടി തുടങ്ങിക്കഴിയുമ്പോൾ മറ്റാരുമല്ല നമ്മളെ നയിക്കേണ്ടത്, നാം തന്നെ. അമ്മയോടുള്ള ബന്ധം അനുനിമിഷം അനുദിവസം അത് വളർത്തിക്കൊണ്ടുവരികയും ആഴപ്പെടുകയും വിശ്വസ്തത കൊണ്ട് ഉടമ്പടിക്ക് കവചമുണ്ടാക്കി ദൈവാനുഗ്രഹം പ്രാപിക്കുന്നത് വരെയും നിലനിൽക്കുവാൻ നമ്മൾ തയ്യാറാവുകയും വേണം. അതുകൊണ്ട് ഓർക്കണം, ഉടമ്പടി സമയച്ചുരുക്കത്തിൻ്റെ പ്രാർത്ഥനയെന്ന് നാം അറിയുമ്പോഴും ആ സമയച്ചുരുക്കത്തിലേക്ക് വിശ്വസ്തതയുടെ ബന്ധത്തിലാണ് എത്തിച്ചേരുന്നതെന്ന് മറക്കരുത്. അല്പകാലം നമ്മൾ ക്ലേശത്തിലൂടെ കടന്നുപോയാലും ദൈവം ഒരുക്കി വെച്ച അനുഗ്രഹത്തിൻ്റെ ദിവസത്തിലേക്ക് സന്തോഷത്തോടെ പ്രവേശിക്കുവാൻ ഏത് ക്ലേശവും ഏത് കഷ്ടതയും ഏത് നിന്ദാപമാനവും ഏറ്റെടുത്തുകൊണ്ട് എൻ്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുമെന്ന് പറയുവാൻ പറ്റണം. ഉടമ്പടി ഒരിക്കലും നമ്മളെ പരാജയപ്പെടുത്തത്തില്ല. നമ്മൾ പലപ്പോഴും അലസത കൊണ്ടും ആസക്തി കൊണ്ടും അലക്ഷ്യമായ ജീവിതം കൊണ്ടും ഉടമ്പടിയെ പരാജയപ്പെടുത്തുമെങ്കിലും, അതുകൊണ്ട് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായവൻ അനുഗ്രഹിക്കുവാൻ കൂടെയുണ്ട്. വിശ്വസ്തയോടുകൂടി ഉടമ്പടി നമുക്ക് തിഷ്ടമായി ജീവിക്കാം. നമുക്കത് അനുഗ്രഹത്തിൻ്റെ നിരവധിയായ വഴികൾ അമ്മ മാതാവിലൂടെ ഈശോ ഒരുക്കി തരും. ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ആത്മീയ ബോധ്യങ്ങൾക്കും ആത്മീയ സന്തോഷങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു കയ്യൊടിയോടെ ഈ സാക്ഷ്യം